Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Jaya Prabhupada, Jaya Prabhupada, Prabhupada, Jaya Prabhupada. Nitya Gaura Hari Bol, Hari Bol, Hari Bol, Nitya Gaura Hari Bol. Hare Krishna. ഗീതാമഹാത്മ്യത്തെ പറ്റി നമുക്ക് തുടങ്ങാം. ഭഗവത്ഗീത ക്ലാസ് എന്നത് എല്ലാവർക്കും വളരെ പ്രയോജനമാണ്. ഭഗവത്ഗീത എല്ലാവരും മ്യൂട്ട് ചെയ്യുന്നേ, ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അപ്പൊ നമ്മള് ഭഗവത്ഗീത എന്താണെന്നും ഇപ്പോ നമ്മള് 13ാമത്തെ ചാപ്റ്ററിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മാഹാത്മ്യം എന്താന്ന് പറയാൻ നമുക്ക് ഇന്ന് ഗൗരപ്രിയ മാതാജിയെ ക്ഷണിക്കാം. ഗൗരപ്രിയ സച്ചി മാതാജി, പ്ലീസ്, ഓവർ ടു യു. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ. പതിപോലെ നമുക്ക് മംഗളാചരണത്തോടെ ആരംഭിക്കാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വൈഷ്ണവ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഗീതാ മഹാത്മ്യത്തിന്റെ ശ്ലോകങ്ങളിലേക്ക് കിടക്കാം. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇപ്പൊ ഗീതാ മാഹാത്മ്യം 5, 6, 7 ശ്ലോകങ്ങളാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത്. 5ാമത്തെ ശ്ലോകം. ഭാരതാമൃത സർവസ്വം വിഷ്ണുവക്ത്രാദ് വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. അപ്പോ ഭാരതത്തിന്റെ അമൃത സർവസ്വമായ ഈ ഭഗവത്ഗീത വിഷ്ണുവക്ത്രാദ് വിനിസൃത, ഭഗവാൻ വിഷ്ണുവിന്റെ വക്രത്തിൽ നിന്നും മുഖത്ത് നിന്നും വന്നിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണനല്ലേ ഗീത ഉപദേശിച്ചത്, പിന്നെന്താണ് വിഷ്ണുവിന്റെ മുഖം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഭഗവാൻ കൃഷ്ണനും വിഷ്ണുവും വ്യത്യാസമില്ല, ഒന്നാണ്. വിഷ്ണു ഭഗവാൻ ചതുർഭുജ രൂപമാണ്, കുറച്ച് ഗാംഭീര്യമാണ്, അതായത് കുറച്ച് ഒഫീഷ്യൽ ആണ്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വിഭുജ രൂപമാണ്, ഓടക്കുഴലുമൊക്കെ ഊതി എല്ലായ്പ്പോഴും ലീലാ രസത്തിലാണ്, വളരെ പ്ലേഫുൾ ആണ് ഭഗവാൻ. ആത്യന്തികമായി രണ്ടുപേരും ഒന്ന് തന്നെയാണ്, രൂപത്തിലും ഭാവത്തിലുമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ മുഖകമലത്തിൽ നിന്നും ഉത്ഭവിച്ച ഭഗവത്ഗീത ഗംഗോദകം പോലെയാണ്. ഗംഗ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പുണ്യനദിയാണ്. ഗംഗാ നദി ആത്മീയമാണ്. നമ്മൾ ഗംഗയിലെ അമൃത സമാനമായ ജലം പാനം ചെയ്യുകയോ അതിൽ സ്നാനം ചെയ്യുകയോ നമ്മുടെ എല്ലാ പാപകർമ്മങ്ങളും പാപപ്രതികരണങ്ങളും പാപം ചെയ്യാനുള്ള പ്രവണതകളും നീക്കം ചെയ്യപ്പെട്ട് നമ്മൾ പവിത്രീകരിക്കപ്പെടുന്നു.
അതുപോലെ തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയും ഗംഗയേക്കാൾ ഒട്ടും കുറവല്ല. ഗംഗ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്നു, ഗീത ഭഗവാന്റെ മുഖാരവിന്ദങ്ങളിൽ നിന്നും നിർഗമിക്കുന്നു. അപ്പോ ഗംഗയെ കുറിച്ച് പറയുമ്പോ, ഗംഗ ആത്മീയമാണെന്ന് പറയുമ്പോ നമുക്കറിയാം, ഗംഗ ബലി മഹാരാജാവിന് നിന്നും വാമനദേവൻ 3 അടി മണ്ണ് യാചിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഭഗവാൻ ആദ്യത്തെ ഒരടി കൊണ്ട് ഭൂമിയും പാതാളവും അലക്കും. അതിനുശേഷം രണ്ടാമത്തെ അടി അളക്കാനായിട്ട് കാല് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ബ്രഹ്മാണ്ടത്തിന്റെ ആവരണം ഭേദിച്ച് അതിന്റെ ഭഗവാന്റെ അവിടുന്ന് കാരണോദക ജലം, മഹാവിഷ്ണു ശയിക്കുന്ന ജലം ഭഗവാന്റെ കാലിലൂടെ ഒഴുകി ആണ് താഴോട്ട് വരുന്നത്. അത് ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ കമണ്ഡലൂരിൽ ശേഖരിച്ചു വെക്കും. പിന്നീട് ഭരത മഹാരാജാവ് അദ്ദേഹത്തിന്റെ പ്രപിതാക്കന്മാരുടെ മോക്ഷത്തിനായി പ്രാർത്ഥിച്ച് അവിടെ നിന്നും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗംഗ ആത്മീയമാണ്, ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നതെല്ലാം ആത്മീയമാണ്. അതുപോലെ ഗംഗ ആത്മീയ ലോകത്തിൽ നിന്നും വന്നതുമാണ്. അതുപോലെ അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ നോക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോ അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ നിന്നും ഗംഗ ഒഴുകുന്നു, അദ്ദേഹത്തിന്റെ മുഖാരവിന്ദത്തിൽ നിന്നും ഭഗവത്ഗീത നിർഗമിക്കുന്നു, അല്ലെ? ഇനി എന്താ പീത്വ, ശ്രീപാദ ശങ്കരാചാര്യ പറയുന്നു, ദയവായി നിങ്ങൾ ഈ ഭഗവത്ഗീതയാകുന്ന ഗംഗയെ പാനം ചെയ്താലും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? പുനർജന്മന വിദ്യതേ, നമുക്കൊരിക്കലും വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടതായി വരില്ല. ജനന മരണചക്രങ്ങളുടെ ആവർത്തനത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുന്നു. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. സർവോ വിനിഷദോ ഗോവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുക്തം ഗീതാമൃതം മഹത്. സർവോപനിഷദോ ഗാവോ, ഇവിടെ എല്ലാ ഉപനിഷത്തുക്കളെയും പശുവിനോട് ഉപമിച്ചിരിക്കുന്നു. ആ പശുവിൽ നിന്നും ഗീതയാകുന്ന പാൽ ചുരന്നുകൊണ്ടിരിക്കുകയാണ്. പശു പാല് ചുരത്തണമെങ്കിൽ പശുക്കുട്ടി വേണം, അല്ലെ? അപ്പോ ആരാണ് ആ പശുക്കിടാവ്? പാർത്ഥോ വത്സ, പാർത്ഥൻ, അർജുനനാണ് ആ പശുക്കിടാവ്. അപ്പോ ഇനി പശുവിനെ ആരാണ് കറക്കുന്നത്? ദോക്ത ഗോപാലനന്ദനഃ, ഗോപാലനന്ദനായ, ഇവിടെ ഗോപാലൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നന്ദഗോപരെയാണ്. നന്ദഗോപസുതനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് പശുവിനെ കറക്കുന്നത്. അപ്പോ അർജുനൻ എന്ന പശുക്കിടാവിലൂടെ നമ്മളെയെല്ലാം ഭഗവാൻ ഗീത ആകുന്ന അമൃത് പാല് കുടിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രീമദ് ഭഗവത്ഗീതയെ എന്തിനോടെല്ലാം താരതമ്യം ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷത്തുക്കളാകുന്ന പശുവിനെ ഭഗവാൻ കറന്നെടുക്കുന്ന പാലാണ്. ഉപനിഷത്തുക്കളുടെ സാരമായ ശ്രീമദ് ഭഗവത്ഗീത അമൃതാണ്. ഭഗവത്ഗീത ഗംഗയെ പോലെ പുണ്യതീർത്ഥമാണ്. അപ്പോൾ ഭഗവത്ഗീത എല്ലാമാണ്. നമുക്ക് ഗീതയാകുന്ന പുണ്യ തീർത്ഥത്തിൽ സ്നാനം ചെയ്യാം, ഗീതയാകുന്ന അമൃത് നുകരാം, ഗീതയാകുന്ന പാല് പാനം ചെയ്യാം, അല്ലെ? അപ്പോൾ ഇനി നമുക്ക് അടുത്തതും അവസാനത്തേതുമായ ഗീതാ മാഹാത്മ്യത്തിലെ ശ്ലോകത്തിലേക്ക് കടക്കാം. 7ാമത്തെ ശ്ലോകം. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതമേകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ ദേവ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഈ ഒരേ ഒരു ശാസ്ത്രത്തിൽ ആശ്രയിക്കുക. ഏതാണത്? ദേവകീ പുത്ര ഗീതം. ദേവകീ പുത്രൻ ചൊല്ലിയ ഈ ഗീതം. അപ്പോ നേരത്തെ ഭഗവാനെ എന്താ പറഞ്ഞത്? ഗോപാലനന്ദനൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ദേവകീ പുത്രൻ എന്ന് പറഞ്ഞു. എപ്പോഴും ഭഗവാനെ ഭക്തന്മാരുമായി ചേർത്താണ് പറയുക. ഭഗവാനും ഭക്തന്മാരുമായി ചേർന്നിരിക്കാൻ ഇഷ്ടം, ഭക്തന്മാർക്കും ഭഗവാനുമായി ചേർന്നിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഭഗവാനെ വിജയസഖ, പാർത്ഥസാരഥി, അങ്ങനെ ഒരുപാട് പേരുകൾ ഭഗവാനുണ്ട്. അപ്പോ ദേവകീ പുത്രന്റെ ഗീതമായിട്ടുള്ള ഒരേ ഒരു ശാസ്ത്രം മാത്രം മതി. പിന്നെയോ ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ദേവകീ പുത്രനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ആ ഒരേ ഒരു പരമമായ ഈശ്വരൻ മാത്രം മതി. ഇനിയോ ഏകോ മന്ത്ര തസ്യ നാമാനി യാനി, ആ ഭഗവാന്റെ തിരുനാമങ്ങൾ മാത്രം ജപിച്ചാൽ മതി. എന്താണത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ട കർമ്മം? കർമാപി ഏകം, ഒരേ ഒരു കർമ്മം, അല്ലെ? എന്താണത്? തസ്യ ദേവസ്യ സേവ, അങ്ങനെയുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ
ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക എന്നതാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ള ഏക കർമ്മം. അങ്ങനെ ചെയ്താൽ നമ്മുടെ മനുഷ്യജന്മം സാർത്ഥകമാകും. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഭഗവത്ഗീത പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക, അതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഭഗവാന് ഭക്തിയോഗ സേവനം ചെയ്യുക. ഇത്ര മാത്രം മതി. മനുഷ്യജന്മത്തിൽ മാത്രമേ നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയൂ. മനുഷ്യജന്മമോ വളരെ ദുർലഭവുമാണ് അല്ലെ. എത്രയോ മനുഷ്യജന്മങ്ങൾ ഒരുപക്ഷെ ഭഗവാനെ അറിയാതെ നാം കടന്നു പോയിരിക്കാം അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മം ഭഗവാനെ അറിയാൻ കിട്ടിയ ഈ അവസരം പ്രയോജനപ്പെടുത്തി ഭഗവത് ധാമത്തിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുക എന്നതാണ് ഓരോ മനുഷ്യജീവന്റെയും കർത്തവ്യം അഥവാ ധർമ്മം. ശ്രീമദ് ഭാഗവതം 10:14-58 ബ്രഹ്മാവിന്റെ ഒരു സ്തുതിയുണ്ട്. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവത്സപദം പരം പദം 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 യദ്വിപദാം ന തേഷാം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പ്രത്യക്ഷ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായിരിക്കുന്നവനും മുര എന്ന അസുരനെ വധിച്ചതുകൊണ്ട് മുരാരി എന്നറിയപ്പെടുന്നവനുമായ ഭഗവാന്റെ പാദപല്ലവമാകുന്ന തോണിയെ, അതായത് പ്ലവം എന്ന് പറഞ്ഞാൽ തോണി, അഭയം പ്രാപിച്ചവർക്ക് ഭൗതിക ലോകമെന്ന ഈ മഹാസാഗരം ഒരു പശുക്കുട്ടിയുടെ കുളമ്പടിച്ചാലിലെ വെള്ളം പോലെയാണ് അല്ലെ. പശുക്കുട്ടിയുടെ കുളമ്പടിയിലെ വെള്ളം എത്രത്തോളം ഉണ്ടാകും? വളരെ ചെറുതായിരിക്കും, വളരെ നിസ്സാരമാണത്. അപ്പോ ഭഗവാന്റെ പാദപല്ലവങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പദം പദം യദ് വിപദം, ഓരോ കാൽവെപ്പിലും അപകടം പതിയിരിക്കുന്ന ഈ ഭൗതിക ജീവിതമാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നല്ല മാതാജിക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ, ഹരിബോൾ. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി, വളരെ നന്നായിരുന്നു. എസ്പെഷ്യലി ബ്രഹ്മാവിന്റെ സ്തുതിയും നല്ലൊരു ശ്ലോകമാണ്. അത് കൊളമ്പടിയുടെ അത്രയും ഒരു വെള്ളം പോലെ ആവും, ഇത്ര വലിയ നമ്മുടെ സാഗരം പോലെയുള്ള നമ്മുടെ ഈ സംസാര സാഗരം ക്രോസ് ചെയ്യാൻ ഭഗവാന്റെ കാൽപാദങ്ങൾ നമ്മൾ പിന്തുടരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ കാൽപാദങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ വലിയ സമുദ്രം വരെ ഒരു കുളമ്പടിയുടെ അത്രയും നിൽക്കുന്ന അത്രയും വെള്ളം ആയിട്ട് അത് മാറുന്നു. അത് നല്ലൊരു ഇതാണ്, അവതരണമാണ് മാതാജി. താങ്ക് യു. അടുത്തത് നമുക്ക് ഹരിനാമത്തെ പറ്റി വിവരിക്കാൻ നമുക്ക് ഇന്ന് ദീനനാഥ് വിട്ടൽ പ്രഭു ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം ശ്രീഗുരും ഭവതാരണം. കഥാഞ്ജനസ്മൃതേസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമ്യഹം. ഹരേ കൃഷ്ണ. ഓ ഇന്നത്തെ ഗീതാമാഹാത്മ്യത്തിൽ ആൾറെഡി ഹരിനാമ മഹാത്മ്യം വന്നു കഴിഞ്ഞു. എവിടെയാണ് അത് വന്നത്? വളരെ ഭംഗിയായിട്ട് ഗുരുപ്രിയ മാതാജി അത് പറഞ്ഞു തന്നു. എവിടെയാണത് കണ്ടത്? നമ്മള് ഏകോ മന്ത്രഃ തസ്യ നാമാനിയാനി. എത്രയോ മന്ത്രങ്ങളുണ്ട്. ഓക്കെ, എത്രയോ മന്ത്രങ്ങളുണ്ട്. എന്താണ് മന്ത്രം എന്ന് വെച്ചാൽ മന്നാത്രായതേതി മന്ത്രഃ. മനസ്സുകൊണ്ട് തുടർച്ചയായിട്ട് ഉരുവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് മോചനം തരുന്നത് എന്തോ അതാണ് മന്ത്രം. അതാണ് മന്ത്രത്തിന്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ എത്രയോ മന്ത്രങ്ങളുണ്ട്. പക്ഷേ അതിലെ ഏകോ മന്ത്രഃ, ഒരേ ഒരു മന്ത്രം ഏതാണ്? ദാറ്റ് ഈസ് സഫിഷ്യന്റ്. അത് ധാരാളം മതി. ഏതാണ് ആ മന്ത്രം? തസ്യ നാമാന്യാനി. തസ്യ എന്ന് വെച്ചാൽ കൃഷ്ണൻ. നേരത്തെ പറഞ്ഞ അതിന് മുമ്പിലത്തെ വരിയിൽ പറഞ്ഞു ആരാണെന്ന് പറഞ്ഞു. ദേവകി എന്താണ്? ദേവകി പുത്ര ഏവ അല്ലെ. ആ ദേവകിയുടെ പുത്രനായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണന്റെ നാമോച്ചാരണത്തിൽ നിന്നും നമുക്ക് അത് മാത്രം ഒരു നാമം മാത്രം, നാമത്തിന്റെ ഉച്ചാരണം മാത്രം മതി. അത് മാത്രം മാതാജി എക്സ്പ്ലെയിൻ ചെയ്തു. കലിയുഗത്തിൽ ഏത് നാമങ്ങളാണ് ഉച്ചരിക്കേണ്ടതെന്ന് കലിസന്ധരണ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രമാണ് നമുക്ക് സ്പെഷ്യലി കലിയുഗത്തിനായിട്ട്
തയ്യാറാക്കി വെച്ചിരിക്കുന്ന മന്ത്രം. ഓക്കെ, അപ്പം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വൈദ്യര് ഒരു കഷായം ഉണ്ടാക്കി നമുക്ക് തരും. ഓക്കെ, അത് കുടിച്ചു കഴിഞ്ഞാൽ ആ അസുഖം മാറും എന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ചികിത്സ സാധിക്കുന്ന രീതിയിലുള്ള, അതേപോലെയാണ് കലിയുഗത്തിലുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും എളുപ്പത്തിൽ രക്ഷ നേടാനായിട്ട്, സമ്പൂർണമായിട്ട് അതിനെല്ലാം തന്നെ തരണം ചെയ്യാനായിട്ട്, ഏറ്റവും എളുപ്പത്തിൽ തരണം ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന മാർഗമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇനി ഗീതയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഹരിനാമത്തെക്കുറിച്ച്, അതിന്റെ ജപത്തെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്, ഓർമ്മയുണ്ടോ? 10ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞം എന്ന് വെച്ചാൽ എന്താണ്? യജ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു എന്നാണ് അർത്ഥം. യജ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ. ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലേ? കേൾക്കാം. കാര്യം ആരുടെയും ഇത് വീഡിയോ ഓൺ അല്ല, എനിക്ക് ഒന്നും തന്നെ തിരിച്ചൊരു ഫീഡ്ബാക്കും കിട്ടുന്നില്ല. ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആൾക്കാരെ കേൾക്കുന്നുണ്ടെന്നെങ്കിലും എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത് ഒരു വല്ലാത്ത അതാണ്, ക്യാമറ നോക്കി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്കും കിട്ടാത്ത ഒരു വളരെ ബുദ്ധിമുട്ടാണ്. യജ്ഞാനാം ജപയജ്ഞോസ്മി. അപ്പം ഈ യജ്ഞൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യുന്നുവോ അതാണ്, ആ കർമ്മമാണ്, ആ പ്രവൃത്തിയാണ് യജ്ഞം എന്ന് പറയുന്നത്. അങ്ങനെ യജ്ഞങ്ങൾ ധാരാളം, നമ്മൾ ധാരാളം യജ്ഞങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഇതുണ്ട്, രാജസൂയ യജ്ഞമുണ്ട്, പിന്നെ വേറെ എന്താണ്, അതേപോലെ ഒരെണ്ണം രാജസൂയം, അശ്വമേധ യജ്ഞം, അങ്ങനെ പല യജ്ഞങ്ങളുണ്ട്. ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞം ഭഗവാൻ പറയുന്നു ജപയജ്ഞമാണ്. ഓക്കെ, അതുകൊണ്ടാണ് കലിയുഗത്തിൽ ഏറ്റവും പതിതമായിട്ടുള്ള കാലമാണ് കലിയുഗം. ആ കലിയുഗത്തിൽ ഭഗവാൻ സ്പെഷ്യലായിട്ട് നാമത്തിന്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. അഭിന്നത്വാൻ നാമനാമനം. ഭഗവാൻ നാമങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഭഗവാൻ കലിയുഗത്തിൽ 2 വിധത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കും, ഓ കൃഷ്ണൻ അവതരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, നമ്മളെങ്ങനെ കാണും? ഇല്ല, ഭഗവാനെ 2 വിധത്തിൽ നമ്മുടെ കൂടെയുണ്ട്, ഇപ്പോഴും ഉണ്ട്. എങ്ങനെയാണ്? ഒന്ന്, ഭഗവാന്റെ നാമത്തിന്റെ രൂപത്തിൽ. 2, ഭഗവാൻ ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്, സാഹിത്യ ഗ്രന്ഥത്തിന്, അത് ശ്രീമദ് ഭാഗവതത്തിന്റെ രൂപത്തിൽ. അങ്ങനെ ഭഗവാന്റെ നാമത്തിന്റെ രൂപത്തിലും ഭാഗവത രൂപത്തിലും നമ്മുടെ കൂടെ ഇന്നും ഉണ്ട്. നമുക്ക് കാണാനായിട്ടും കേൾക്കാനായിട്ടും പറ്റുന്ന വിധത്തിൽ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ഓക്കെ, അപ്പം ഈ ഉച്ചത്തിൽ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നതാണ് ജപം. എന്തുകൊണ്ടാണ് നമ്മൾ ഉച്ചത്തിൽ ജപിക്കണം എന്ന് പറയുന്നത് അറിയാമോ? നമ്മൾ മന്നാത്രായത്, അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഉരുട്ടാ കഴിഞ്ഞാൽ ധാരാളം മതി. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഉച്ചത്തിൽ ജപിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു? കാരണം ഭഗവാന്റെ ഭക്തന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖി, ബാക്കിയുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് സ്വയം പരിതപിക്കുന്ന ആൾക്കാരാണ് ഭഗവാന്റെ ഭക്തന്മാര്. അവര് ചിന്തിക്കുന്നു, ഞാൻ ഏതായാലും ഇതിനു വേണ്ടി ജപിക്കുന്നു, അത് ഉച്ചത്തിൽ ജപിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും കേൾക്കും, അവർക്കും ബെനിഫിറ്റ് ആകും. അതുകൊണ്ടാണ് ഉച്ചത്തിൽ ജപിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വെറുതെ ഈ എന്തെങ്കിലും വാക്കുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അതിലെ ജപം നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാം രാം ഹരേ, ഇത് തന്നെ തുടർച്ചയായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്നു, എന്താണ് ഫലം? വെറുതെ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് എന്താണ് ഫലം കിട്ടുന്നത് എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഒരു ചെറിയ കഥ പറയാം. ഒരു വീട്ടില് ഒരു അമ്മ ഉണ്ടായിരുന്നു, ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 2-3 വയസ്സുള്ള ഒരു കുട്ടി, അത്ര കൂടുതൽ അറിവൊന്നുമില്ല, ആ പ്രായമാണ്. ഒരു ദിവസം അമ്മ വീടൊന്ന് വൃത്തിയാക്കുമായിരുന്നു. അലമാരയിലും ഷെൽഫിലും ഉള്ള എല്ലാ കടലാസൊക്കെ എടുത്ത് മുറിയായ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് കുട്ടി വരുന്നത്. എന്നിട്ട് അമ്മയ്ക്ക് എന്താ ഹെൽപ്പ് ചെയ്യണ്ടേ എന്നുള്ള മട്ടിൽ വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഈ കടലാസ് എല്ലാം കീറി ഒരു പ്ലാസ്റ്റിക് കവറിൽ അങ്ങിട്ടു, അതാണ് നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുട്ടി അത് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് അമ്മ കുട്ടിയുടെ കയ്യിൽ ഒരു കടലാസ് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു, ഇല്ല അത് തുടരുത്, അത് ചെയ്യില്ലേ കീറലേ എന്ന് പറഞ്ഞു.
കുട്ടി ആകെ പകച്ചുപോയി. എന്താണ്, ഞാൻ ഇത്രയും നേരം ചെയ്തു, പക്ഷെ ഈ കടലാസ് എന്ത് പറ്റി, എന്താണ് വ്യത്യാസം? അത് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, ദാ ഇത് സാധാരണ ബാക്കിയുള്ള പേപ്പർ പോലെയല്ല, ഇത് ഒരു കറൻസി നോട്ടാണ്. രാവിലെ ഒരുപക്ഷെ അച്ഛൻ പേഴ്സ് എടുക്കാൻ നേരത്ത് അതിൽ നിന്ന് വീണു പോയതാ ആണ്. ഇത് 500 രൂപയുടെ നോട്ടാണ്. ഓക്കെ, ഏറ്റവും മൂല്യം കൂടിയ കറൻസി നോട്ടാണ്. എന്താണ് ഈ മൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നിനക്ക് കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് മിഠായി വാങ്ങിക്കാം, ബിസ്ക്കറ്റ് വാങ്ങിക്കാം, ബാക്കിയുള്ള ചിപ്സ് വാങ്ങിക്കാം, അങ്ങനെ പല കാര്യങ്ങൾ നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള കടലാസ് വെച്ചിട്ട് നിനക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ 500 രൂപയുടെ അത് ഒരു കടലാസാണ്, ബാക്കിയുള്ള ചപ്പുചവറ് കടലാസാണ്. പക്ഷെ 500 രൂപയുടെ കടലാസിന് മൂല്യമുണ്ട്. അതേപോലെ അങ്ങനെ അമ്മ ആ കുട്ടിക്ക് എന്താണ് അതുമായിട്ടുള്ള 500 രൂപയുടെ കറൻസി നോട്ട്, ആ പേപ്പറിന്റെ വ്യത്യാസം എന്താണെന്ന് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശബ്ദം നമ്മൾ പുറപ്പെടുവിക്കുന്ന ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാം രാം രാമ ഹരേ ഹരേ എന്ന ശബ്ദം വെറും ഒരു ശബ്ദമായിട്ട് അല്ല, അത് ബാക്കിയുള്ള ശബ്ദങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ നാമത്തിന്റെ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് കിട്ടും? ഗോലോക പ്രേമം, ഭഗവാന്റെ അടുത്തുള്ള പ്രേമം. അത് എല്ലാവിധത്തിലുള്ള അനർത്ഥങ്ങളും ത്യജിച്ചുകൊണ്ട് നമ്മള് ജപിച്ചു കഴിഞ്ഞാൽ, അപരാധങ്ങളൊന്നും ഇല്ലാതെയുള്ള ഈ നാമത്തിന്റെ ജപം ഭഗവത് പ്രേമം നമുക്ക് തരുന്നു. ഈ മനുഷ്യ ജന്മത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ കൃഷ്ണന്റെ അടുത്തുള്ള സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം നമുക്ക് തരാൻ കെൽപ്പുള്ളതാണ് ഭഗവാന്റെ നാമോച്ചാരണം. ഓക്കെ, അപ്പോ ഇത് ബാക്കിയുള്ള സൗണ്ട് പോലെയല്ല. ഈ കലിയുഗത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ മാർഗം, ആധ്യാത്മിക പുരോഗതിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു മാർഗം എന്താണ്? അതാണ് ഹരിനാമത്തിന്റെ ജപം എന്ന് പറയുന്നത്. അപ്പൊ സമയമായി, ഞാൻ ഇവിടെ നിർത്താണ്. ഏതായാലും നിങ്ങൾ എല്ലാ സെഷനിലും കേൾക്കുന്നതാണ് ഹരിനാമത്തിന്റെ ജപം. നിങ്ങൾ എല്ലാവരും ജപിക്കുന്നു എന്ന് കരുതുന്നു. ജപിക്കുന്ന ആൾക്കാര് ഈ മഹാത്മ്യം കേട്ടിട്ട് ജപം ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യുന്നു, കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന് കരുതുന്നു. അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇനി ആരെങ്കിലും ഇതുവരെയായിട്ട് ജപിക്കാൻ തുടങ്ങിയിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങൂ. കുറഞ്ഞത് ഒരു മാലയെങ്കിലും 108 തവണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. 10 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. 1440 മിനിറ്റ് ഉണ്ട് ഒരു ദിവസം. അതിൽ 10 മിനിറ്റ് ഭഗവാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും ആ 10 മിനിറ്റിന്റെ അങ്ങനെയുള്ള ആ വിനിയോഗം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റുമല്ലോ അല്ലേ? എന്തുകൊണ്ടില്ല? അടുക്കളയിലൊക്കെ ഇങ്ങനെ അത് ചെയ്യൂ. എപ്പോഴും ഒരു മിനിറ്റ് കൂടി ഞാൻ എടുത്തോട്ടെ. ചൈതന്യ മഹാപ്രഭു എപ്പോഴും ജപിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ജപിക്കാറുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് നാവ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഹരേ കൃഷ്ണ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കും. പക്ഷെ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും അതൊരു അപവിത്രമായിട്ടുള്ള സ്ഥാനത്തല്ലേ. അതുകൊണ്ട് നാവിന്റെ ആ വൈബ്രേറ്റിംഗ് സ്വഭാവം നിർത്താനായിട്ട് ചൈതന്യ മഹാപ്രഭു നാവ് കടിച്ചു വെച്ചു. ഓക്കെ, ഇത് കണ്ടു ഒരു കൊച്ചുകുട്ടി, ഗോപാൽ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി കണ്ടു. അപ്പം ഗോപാൽ ചോദിച്ചു, ഹേ മഹാപ്രഭു, അങ്ങ് എന്തുകൊണ്ടാണ് നാവ് കടിച്ചു വെച്ചിരിക്കുന്നത്? അപ്പം മഹാപ്രഭു പറഞ്ഞു, അത് ഞാനൊരു അപവിത്രമായിട്ടുള്ള സ്ഥലത്താണ്, അവിടെ വെച്ചിട്ട് എന്റെ നാവ് ഇങ്ങനെ എനിക്ക് നിയന്ത്രണമില്ലാതെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നു. അപവിത്രമായിട്ടുള്ള സ്ഥലത്ത് അത് ചെയ്യുന്നത് എനിക്ക് അത്ര പന്തി തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് കടിച്ചു പിടിച്ചിരിക്കുന്നു. ഉടനെ വളരെ സമർത്ഥനായിരുന്നു, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടി ചോദിച്ചു, മഹാപ്രഭു, ആ സമയത്താണ് അങ്ങയുടെ ജീവിതത്തിന്റെ അന്ത്യം സംഭവിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഓ, നീ പറഞ്ഞതാണ് ശരി. നീ എനിക്ക് ശരിയായിട്ടുള്ളത് പറഞ്ഞു തന്നു. എന്താണ്? അതായത്
ഏത് സമയത്തും നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കണം. കാര്യം അന്ത്യം എപ്പോ സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈവൻ പവിത്രമോ അപവിത്രമോ എന്ന് നോക്കാൻ പോലുമില്ല, നാമം ജപിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഗോപാലിനെ പിന്നെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു ഗോപാൽ ഗുരു. എന്റെ ഗുരുവാണ്, നീ എന്റെ ഗുരുവാണ്, നീ എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു ആ കുട്ടിയെ വളരെയധികം എന്താണ് വളരെയധികം ഉയർത്തി സംസാരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് അടുക്കളയിൽ പണിയാണോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുവാണോ, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടാനായിട്ട് സാധിക്കും. ഒരു തെറ്റുമില്ല. ഇനി അഥവാ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കേൾക്കാനുള്ള സൗകര്യമെങ്കിലും ഉണ്ടാക്കുക. നിങ്ങളൊരു ഈ ജപ ബോക്സ് കിട്ടും, അത് വാങ്ങിച്ചിട്ട് കുത്തിക്കഴിഞ്ഞാൽ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന മെഷീനാണത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കും. അത് കേട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ തീർച്ചയായിട്ടും ചെയ്യും മാതാജി. അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഒന്നും തന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. നാമം ജപിക്കാനായിട്ട് സ്ഥലമോ കാലമോ ദേശമോ ഒന്നും തന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ശുദ്ധി അശുദ്ധി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആർക്കും എവിടെയും എപ്പോ വേണമെന്നുണ്ടെങ്കിലും ജപിക്കാവുന്നതാണ് ഭഗവാന്റെ നാമങ്ങള്. അത് അത്രമാത്രം പവിത്രമാണ്. നമുക്ക് ഒന്നിനെ കൊണ്ടും എത്ര അപവിത്രമായിട്ടുള്ള ഏറ്റവും വലിയ വസ്തു എടുത്തിട്ട് ഭഗവാന്റെ നാമത്തിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാലും അത് പവിത്രീകരിക്കും എന്നല്ലാതെ ഭഗവാന്റെ നാമത്തിന് ഒന്നും തന്നെ അപവിത്രമാക്കാനായിട്ട് സാധിക്കില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. എനിവേ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഹരിനാമത്തെ കുറിച്ച് പ്രഭു വിവരിച്ചത്. എസ്പെഷ്യലി ആ നാമോച്ചാരണത്തിന്റെ കലിയുഗത്തിന്റെ, അത് എസ്പെഷ്യലി ആ കലിയുഗത്തില് ആ കലിസന്ധരണ ഉപനിഷത്തില് പറഞ്ഞു തന്ന ഒരു വലിയ മന്ത്രമാണ്, മഹാമന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇതെല്ലാവരും ജപിക്കണം. നമ്മൾ ഇത്രയും ഇപ്പോ 2.5 മാസമായി നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ട്, 2 മാസം കംപ്ലീറ്റ് ആയി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുമെങ്കിൽ അത്രയും നമുക്ക് നല്ലതാണ്. നമ്മുടെ ആത്മാവിനും നമ്മുടെ നിജസ്ഥിതിക്ക് ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും. ഇപ്പോൾ ചുറ്റുവട്ടം എത്രയോ നമ്മൾ കേൾക്കുന്ന എല്ലാം വളരെ ദുഃഖകരമായ വാർത്തകളാണ്. അപ്പോൾ നമ്മൾ എന്നും ഇത് ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക, ഉരുവിട്ടുകൊണ്ടേയിരിക്കുക ഹരിനാമ സങ്കീർത്തനം. ഓക്കെ, അടുത്തത് നമുക്ക് മെയിൻ സെഷൻ വരുന്നത് ഇന്ന് സർവജയ സുസേവിനി മാതാജിയുടെ ശ്ലോക ക്ലാസ് ആണ്. മാതാജി കുറച്ച് ലേറ്റ് ആയി, എന്നാലും ഞാൻ സോറി പറയുന്നു. എനിവേ സർവജയ സുസേവിനിയെ ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് എടുക്കാം. മാതാജിയുടെ കാർമിക് നെയിം ഷോജ പുരുഷോത്തമൻ, ടീച്ചറായിരുന്നു. പിന്നെ ഇപ്പൊ ഉദയം പേരൂരിലാണ് താമസിക്കുന്നത്. ഒരു മോളും ഹസ്ബൻഡും കൂടെ ഉണ്ട്. ഇസ്കോണിൽ ജോയിൻ ചെയ്തത് 2016 സുൽത്താൻ ഓഫ് ഒമാനിൽ വെച്ചിട്ടാണ്. അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ശിക്ഷാഗുരുവായ അതുല്യ ദാമോദർദാസ് പ്രഭുജിയുടെ കീഴിലാണ്. പിന്നെ 2024 മാതാജിക്ക് ദീക്ഷ കിട്ടി. ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി ഗുരു മഹാരാജിന്റെ പക്കൽ നിന്നും ദീക്ഷയും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മാതാജി നമുക്ക് ഇന്നത്തെ 13ാമത്തെ ചാപ്റ്ററില് 21ാമത്തെ ശ്ലോകം മുതൽ ക്ലാസ് എടുക്കാൻ മാതാജി. ബാക്കിയുള്ളവരൊന്നും മ്യൂട്ട് ചെയ്യണേ, എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. മാതാജി, യു ക്യാൻ പ്രൊസീഡ്. സർവജയ സുസേവിനി മാതാജിക്ക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനനിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത യഥാരൂപം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങള് ഇതിനു മുന്നേ ഞാനൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് ഇനിയായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം നമ്മള് അന്ന് ഒരു 3ാമത്തെ ചാപ്റ്റർ ആണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഈ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ
13-ാം അധ്യായമായ പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന അധ്യായം. ഈ അധ്യായം എന്ന് വെച്ചാല് ഈ ഈ ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ അതിഗഹനമായ എന്ന് തന്നെ പറയാം, വളരെ തത്വങ്ങളാണ് ഇതിൽ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് നന്നായി അറിയാം. മാതാജി പറഞ്ഞ പോലെ 2 മാസത്തോളമായല്ലോ നമ്മൾ ഇത് നിരന്തരം ഓരോ ശ്ലോകങ്ങള് കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ടച്ച് വിടാതെ തന്നെ അതിനെക്കുറിച്ചൊക്കെ നന്നായി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വളരെ ഡീപ്പായിട്ട് പോയിട്ടില്ലെങ്കിലും ഇപ്പോ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ള നിലയിൽ ആ ശ്ലോകത്തിന്റെ കണ്ടന്റ് അതെന്താണ്, എന്തിനെക്കുറിച്ച് അത് സൂചിപ്പിക്കുന്നു, അത്രയെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനേ ഇപ്പൊ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ പിന്നീട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വന്ന് ഇത് നിങ്ങൾ ഓരോ ശ്ലോകം വീതം വളരെ ഡീപ്പായിട്ട് പഠിക്കണം. കാരണം അത്രയ്ക്കും ഇതൊരു ചെറിയൊരു സമയം കൊണ്ട് ഇത്രയും ശ്ലോകങ്ങൾ പറഞ്ഞു പോകാന്ന് വെച്ചാല് അത് വളരെ ഇങ്ങനെ അതിന്റെ ഒരു അർത്ഥം പറഞ്ഞു പോകാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ അവസരം ഇനിയും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഈ ശ്ലോകങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ സമയം, ഒരു ശ്ലോകം ഒരു ദിവസം ഒരു ക്ലാസ്സിന് വെച്ചിട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ പഠിച്ചെടുക്കാറ്. അപ്പൊ അതുപോലൊക്കെ പോകേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ 13-ാമത്തെ അധ്യായം അത്രയും ഇതാണ്. ഇപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചത് ഇതില് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്ന അറിയാലോ, യുദ്ധക്കളത്തിൽ വെച്ചിട്ട് നിഷ്ക്രിയനായി പോയ അർജുനനെ ഭഗവാൻ ഉദ്ധരിക്കുകയാണ്. വേണ്ട നമുക്ക് വേണ്ട, അതായത് ലോകത്തിന് വേണ്ട ഉപദേശം അർജുനനിലൂടെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ 13-ാം അധ്യായത്തിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉള്ളതൊക്കെ നിങ്ങളൊന്ന് ഓർക്കണം, ഒന്ന് റിമൈൻഡ് ചെയ്യുക. അതായത് അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോ 21 തുടങ്ങിയിട്ട് ഈ ചാപ്റ്ററിൽ 35 ശ്ലോകങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് 21-ാമത്തെ ശ്ലോകം തുടങ്ങിയാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട അധ്യായമാണ്. അതായത് പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ഇത് അതായത് നമ്മൾ കാണുന്ന ലോകം, പ്രകൃതി അതെന്താണ്, നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അധ്യായത്തിൽ പറയുന്ന കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ ശരീരം അഥവാ ക്ഷേത്രം, അല്ലെ, ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുന്നതായിരുന്നു. അതെന്താണ് ശരീരം അഥവാ ക്ഷേത്രം, അതുപോലെ തന്നെ ശരീരത്തെ അറിയുന്ന ജീവാത്മാവ് അഥവാ ക്ഷേത്രജ്ഞൻ ആരാണെന്നതെല്ലാം പഠിച്ചു, അല്ലെ. ഇനി നമ്മൾ 23 തുടങ്ങിയുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതുവരെ വേറെ കാര്യങ്ങൾ ഇതിന്റെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യാൻ എനിക്കും കൂടെ ഒരു ഇതിനു വേണ്ടി ഞാൻ പറയാം. ശരീരത്തെ അതിനെ നിലനിർത്തുന്ന ചൈതന്യമായ ക്ഷേത്രത്തെയും കുറിച്ചുള്ള അറിവാണ് അതുണ്ട്. അതുകൂടെ ക്ഷേത്രം എന്താണെന്ന് ഭഗവാൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ 6-7 ആ ശ്ലോകങ്ങളിലൂടെ ഈ പ്രപഞ്ച ഘടകങ്ങളെ കുറിച്ചിട്ട് പഠിച്ചു, അല്ലെ. അത് കഴിഞ്ഞ് പിന്നെന്താണ്, ഈ ക്ഷേത്രജ്ഞനെ എങ്ങനെ അറിയാം, അതിനെന്തെല്ലാം ഗുണങ്ങളാണ്, കുറെ ഗുണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. വിനയം, അമാനിത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ശ്ലോകങ്ങളിൽ കുറെ അത് ഭഗവാനെ അറിയാൻ എങ്ങനെ നമുക്ക് ഭഗവാനിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം പഠിച്ചു. ഇനിയിപ്പോ അപ്പൊ ഇത്രയും ഇതാണ് ഇതിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമുക്ക് ഇനി 21-ാമത്തെ ശ്ലോകം തുടങ്ങി നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്ലോകം 21, ചാപ്റ്റർ 13, ശ്ലോകം 21. കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷാ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് ജയ്. ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. അതായത് ഭൗതികമായ എല്ലാ കാരണങ്ങൾക്കും ഉത്തരവാദി പ്രകൃതിയാണ്. എന്നാൽ ഭൗതികമായ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിൽ അതിന്റെ ഹേതു കാരണം എന്താണ്? പുരുഷൻ, നമ്മൾ ജീവാത്മാവ് തന്നെയാണ്. നമ്മൾ എന്ത് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. അതെന്തുകൊണ്ട്, സുഖദുഃഖങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു അത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് നമ്മളുടെ ആഗ്രഹം. നമുക്ക് ഈ സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ ആഗ്രഹമാണ്, അതിനെ നിയന്ത്രിക്കാനാവാത്തതാണ്. അപ്പൊ അത് പ്രകൃതിയെ ഭരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യണം, നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടാൻ അർഹതയില്ലാത്ത നേടണം, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളത് ഇങ്ങനെയുള്ള ദുഃഖങ്ങളിലേക്കൊക്കെ
നമ്മള് നയിക്കപ്പെടുന്നത്. അപ്പോ അപ്പോ ഓക്കെ, അപ്പോ അത് 22-ാമത്തെ ശ്ലോകത്തിലേക്ക് നോക്കാം. സ്വന്തം വാസസ്ഥലങ്ങളെയും തനിക്ക് അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളെയും ഓരോ ജീവനും സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. നമ്മളാണ് നമ്മുടെ ഇതിന് കാരണം. ഇതാണ് ഈ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത്. 22-ാമത്തെ ശ്ലോകത്തില് പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ സത് അസദ്യോനി ജന്മസു. വിവർത്തനം. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താലാണിത്. അങ്ങനെ നല്ലതും ചീത്തയുമായ നാനായോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഇത്. അതായത് ഇവിടെ ഈ പറയുന്നത് നമ്മൾ ജീവൻ പിറവിയെടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇത് ഒരു പുനർജന്മം, നമുക്ക് അടുത്തൊരു ജന്മത്തിന്റെ ശാസ്ത്രീയമായുള്ള വശമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അതായത് ഈ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉടുപ്പ് മാറുന്ന പോലെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ അത് ഇവിടെ അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, സത് അസത് അസദ്യേനി ജന്മസൂന്ന്. അതായത് അതാണ് ഇവിടുത്തെ ഒരു കീവേഡ്. അതായത് ഏത് ഗുണത്തോടാണോ നമ്മൾ ചേർന്ന് നിൽക്കുന്നത് ആ ഗുണത്തിനനുസൃതമായുള്ള ഒരു യോനിയിലാണ് നമ്മൾ വീണ്ടും ജന്മം എടുക്കാൻ പോകുന്നത്. അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ 3 തരത്തിലുള്ള ഗുണങ്ങൾ നമ്മൾക്കറിയാം, ത്രിഗുണങ്ങൾ അല്ലെ. അപ്പൊ ആ സത്വഗുണത്തിലാണോ നമ്മൾ ഇവിടെ നമ്മുടെ കർമ്മം പോകുന്നത്? അല്ല, രജോ ഗുണത്തില്. സത്വഗുണം എന്ന് പറയുമ്പോൾ അറിവും സമാധാനവും അങ്ങനെയുള്ള ഇതിലൂടെ പോകുന്നത്. സത്ത് നന്മ നിറഞ്ഞ രീതിയിലുള്ളത്. അതുപോലെ രജോ ഗുണം, അത് അമിതമായ ആഗ്രഹം, കഠിനാധ്വാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ പോകുന്നത് രജോ ഗുണം. തമോ ഗുണം, അജ്ഞതയും മടിയും അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളായിട്ടോ സസ്യങ്ങളായിട്ടോ അല്ല അലസന്മാരായിട്ടോ, ഇങ്ങനെ ഏത് രീതിയിലാണോ നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ജന്മമായിരിക്കും നമ്മൾ ഈ ഇതിന് ശേഷം ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്ന നമ്മുടെ ഗുണം ഏത് ഇതിലാണോ നമ്മൾ ഏത് തരത്തിലുള്ള ഗുണം ത്തിലാണോ നമ്മൾ സമ്പർക്കപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ജന്മമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ശ്ലോകമാണ് 22-ാമത്തത്. 23-ാമത്തത് ശ്ലോകം 23 നോക്കാം. ഉപദ്രഷ്ടാനുമന്ദാച ഭർത്താ ഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരാ. അതിന്റെ വിവർത്തനം. ശ്രീല പ്രഭുപാദ് ജയ്. ഇന്ദ്രിയാതീതനായൊരു ഭോക്താവുണ്ട്. ഈ ശരീരത്തിൽ സർവാധിപതിയും ഉപദ്രഷ്ടാവും അനുമതിദായകനുമായ ആ പരമപുരുഷനെ പരമാത്മാവെന്നു പറയുന്നു. അപ്പൊ ഇവിടെ പരമാത്മാവ് ആരാണ് എന്ന് പറയുന്നതാണ് ഈ ശ്ലോകത്തിലൂടെ. ഇതും വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ശ്ലോകമാണ്. അത് നമ്മുടെ ഹൃദയത്തില് നമ്മോടൊപ്പം ഒരു സാക്ഷി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആരാണത്? പരമാത്മാവ്. അതെന്തൊക്കെയാണ് പരമാത്മാവിന്റെ ഡ്യൂട്ടി, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്? പരമാത്മാവിന്റെ ഗുണം നമുക്ക് വേണ്ടി ഒരു പരമാത്മാവ് എന്താണ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് ചെയ്യുന്നത്? നമുക്ക് അനുവാദം തരുന്നു. എന്ത് കർമ്മങ്ങൾക്ക് ഇതിനുള്ള അനുവാദം നൽകാനും, അതുപോലെ നമ്മുടെ രക്ഷകനായിട്ടും നമുക്ക് ആസ്വാദകനായിട്ടും ഇതെല്ലാം ആയിട്ട് എന്താണ് ഉപദ്രഷ്ടാവായിട്ട്, മേൽനോട്ടക്കാരനായിട്ട്, അനുമതി കൊടുക്കുന്നവനായിട്ട്, ഭർത്താവായിട്ട് മീൻസ് നമ്മളെ സകലതിനെയും ഭരിക്കുന്നവൻ, രക്ഷകർത്താവായിട്ട്, ഭോക്താവായിട്ട്, പരമ ആസ്വാദകനായിട്ട്, അതുപോലെ തന്നെ പ്രകൃതിയുടെ പരമപ്രഭുവും പരമാത്മാവും ആണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ പരമപുരുഷനെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ ഹൃദയത്തിലൊപ്പം നമ്മോടൊപ്പം സാക്ഷിയായിട്ട്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം സദാ ഇങ്ങനെയുള്ള കർത്തവ്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു പരമാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതാണ് ഭഗവാൻ പരമാത്മാവ്
രൂപേണ ഇരിക്കുന്നു, ഫോർ ഹാൻഡഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ പോലെ സാക്ഷിയായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് നമ്മൾ വിചാരിക്കും കാണാൻ ആരും ഇല്ലാന്ന്, പക്ഷെ നമ്മളതൊക്കെ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു സാക്ഷിയുണ്ട്. തെറ്റ് ചെയ്യുമ്പോഴും നന്മ ചെയ്യുമ്പോഴും ഒക്കെ ഇതൊക്കെ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ ഒരു സാക്ഷിയുണ്ടെന്ന്. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. 24-ാമത് യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോഭിജായതേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനത്തിൽ എന്താ പറയുന്നത് നോക്കാം. ഭൗതിക പ്രകൃതിയെയും ജീവസത്തെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല. അത് മനസ്സിലായല്ലോ. ഭൗതിക പ്രകൃതിയെയും ജീവസത്തെയും ഈ പറഞ്ഞ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും ത്രിഗുണങ്ങള് ഇത് നമ്മൾ അതായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ വളരെ കൃത്യമായിട്ട് മനസ്സിലാവേണ്ടതാണ്. ത്രിഗുണങ്ങൾ എന്താണെന്നൊക്കെ അറിയാം. അപ്പൊ അതിനൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയൊക്കെ വിശദമായിട്ട് അറിഞ്ഞവർക്ക് ഈ ഈ ജ്ഞാനം നേടിയവർക്ക് എന്തുണ്ടാവും, ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവര് ജനിക്കില്ല. ഈ സത്യം, ഈ ജ്ഞാനം നേടിയവർക്ക് പുനർജന്മം എടുക്കേണ്ടി വരില്ല. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. 25-ാമത് ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ശ്രീല പ്രഭുപാദ് ജി. വിവർത്തനം. ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു. മറ്റു ചിലർ തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും ചിലർ നിഷ്കാമ കർമ്മയോഗം കൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു. ഇപ്പൊ പറഞ്ഞ 24-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തന്നു പരമാത്മാവ് 23-ാമത്തെ ശ്ലോകത്തിൽ, നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ആരാണ് പരമാത്മാവ്, എവിടെയാണ് പരമാത്മാവ്, എന്താണ് നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമ്മളോട് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നത് അല്ലെ. എന്താണ് ഉപദേഷ്ടാവായിട്ടും ഭർത്താവായിട്ടും അങ്ങനെ പിന്നെ എന്താണ് ഭോക്താവായിട്ടും അങ്ങനെ മഹേശ്വരനായിട്ടൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ ഇനി ആ ജ്ഞാനം നേടിയവർക്ക് പുനർജന്മം, അങ്ങനെയുള്ള ജ്ഞാനം നേടിയവർക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിനെ കണക്ട് ചെയ്ത് പിന്നെ പറയാണ് ഈ ചിലര് എങ്ങനെയാണ് ഇനി പരമാത്മാവിനെ അറിയുന്നത്, നേടുന്നത്. അതായത് ഭഗവാനെ അറിയാൻ, ഈ പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാനെ അറിയാൻ എല്ലാവർക്കും ഒരേ വഴി അല്ല. ഇപ്പൊ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരോടും ധ്യാനിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ആ ധ്യാനം വഴി കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ മറ്റേ ഏത് മാർഗങ്ങളായാലും ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ഞാൻ വേറെ ഏത് മാർഗങ്ങളും പലർക്കും പല വിധത്തിലുള്ള മാർഗങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു. മറ്റു ചിലരെങ്ങനെ തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെ, അതായത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശകലനം ചെയ്ത് ചർച്ചകളിലൂടെയൊക്കെ ഭഗവാനെ മനസ്സിലാക്കും. ചിലര് നിഷ്കാമ കർമ്മയോഗം കൊണ്ട് പരമാത്മാവിനെ കണ്ടെത്തും. അങ്ങനെ പല പല മാർഗങ്ങളിലൂടെ ഭഗവാനെ അറിയാൻ എല്ലാവർക്കും ഒരേ വഴിയല്ല, പല പല മാർഗങ്ങളിലൂടെ, ധ്യാനത്തിലൂടെ ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ഒക്കെ ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി 26-ാമത്തെ ഇതില് അന്യേത്തേവമജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേ അപി ചാതിരന്ദേവ മുക്തും സുതിപരായണഃ. വിവർത്തനം. പിന്നെയും ചിലരുണ്ട്, ഇനിയും ഉള്ള അവരെ കുറിച്ച് ഇനി എങ്ങനെയുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞതെന്ന് വ്യത്യാസമായിട്ട് ഇനിയും ആളുകളുണ്ട്. അവരെങ്ങനെയാണ്? പിന്നെയും ചിലരുണ്ട്, വേണ്ടത്ര ആധ്യാത്മിക ജ്ഞാനമില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഭഗവത് ചരിത്രം കേട്ടറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയവർ. പ്രാമാണികരിൽ നിന്ന് കേൾക്കുന്നതിൽ ഔത്സുക്യമുള്ളതുകൊണ്ട് അവരും ജനന മരണങ്ങൾക്കപ്പുറം കടക്കുന്നു. ഇനിയും ഇതിനേക്കാളും എളുപ്പമായുള്ള മാർഗത്തിലാണ് പറയുന്നത്. എങ്ങനെ? വേണ്ടത്ര ആധ്യാത്മിക ജ്ഞാനമൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും. ഇതൊക്കെ ചെയ്യാൻ വിജ്ഞാനം അത് ഇങ്ങനെ വിശകലനം ചെയ്യാനോ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ധ്യാനത്തിലിരുന്നോണ്ടോ എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്തവർ, ആ ജ്ഞാനങ്ങളൊന്നും ആർജിക്കാനോ അല്ലെങ്കിൽ അതിന് ബുദ്ധിയില്ലാത്തവരോ അങ്ങനെയൊക്കെ ഉള്ളവർ എന്താ ചെയ്യണത്? അവര് ഭഗവാനെ കുറിച്ചുള്ള ശ്രവണത്തിലൂടെ ഭഗവാനെ സ്വാംശീകരിക്കും അല്ലെങ്കിൽ ഭഗവാനെ നേടാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്താലും അവർക്ക് എങ്ങനെ എന്തെത്താം?
എന്ത് ഇങ്ങനെയുള്ള ഇനിയൊരു ജന്മം ഇല്ലാതെ ജനന മരണങ്ങൾക്ക് അപ്പുറം കടക്കാൻ പറ്റും. ആ ജനമരണ ചക്രത്തിൽ പെടാതെ അവർക്ക് പുനർജന്മം ഇല്ലാതെ അവർക്കും രക്ഷപ്പെടാൻ പറ്റും. മനസ്സിലായോ? അതാണ് ഏറ്റവും എളുപ്പമായ മാർഗം, ഏറ്റവും ലളിതമായ മാർഗം അല്ലെ? നമുക്കറിയാം അതെങ്ങനെയുള്ള കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ ഹരേ കൃഷ്ണ. ഓക്കെ, അത് എങ്ങനെയാണ്? വെറുതെ എന്തെങ്കിലും ശ്രമിക്കുകയല്ല, ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്നാണത്. ഇപ്പൊ നമുക്ക് അറിയാം, ചൈതന്യ മഹാപ്രഭു ശ്രവണത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ മന്ത്രം കേൾക്കുന്നത്, സങ്കീർത്തനം, സാധാരണക്കാരന് പുരോഗമിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ഇതൊക്കെ. അതിനുള്ള അവസരം അപ്പോ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ, ഇപ്പൊ നമ്മൾ സ്വാധ്യായം അല്ലെങ്കിൽ ഗീതാശ്രവണം, ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി, ഇതിന് വന്നിരുന്നു, ഇതൊക്കെ കേൾക്കുക. വേറെ ഒരു ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം അടിസ്ഥാനപരമായിട്ട് നമ്മൾ അതൊന്ന് എന്താണ് ഈ പറയുന്നത്, ഈ ശാസ്ത്രത്തെ കുറിച്ച് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇത് എന്താണ് ഈ മഹാത്മ്യം എന്നൊക്കെ പറയുന്നതൊക്കെ പല തരത്തിലുള്ള ഈ ഒരു സെഷനിൽ തന്നെ പല സെക്ഷനായിട്ടാണ് നമ്മുടെ ഈ ഗീത ക്ലാസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ശ്രവിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. ആ ശ്രവണത്തിൽ കൂടെയാണ് ഏറ്റവും ലളിതമായ മാർഗം ഭഗവാൻ അറിയാനും ഈ പറഞ്ഞ ഇത് ജനിമരണ ചക്രത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പമായ മാർഗം പറയുന്നത്. അപ്പൊ അതിനെ പ്രതിപാദിക്കുന്ന ശ്ലോകമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഈ 26-ാമത്തത്. അടുത്തത് 27-ാമത്തെ ശ്ലോകം. യാവൽ സംജായതേ കിഞ്ചിൽ സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. വിവർത്തനം. ഹേ ഭരതശ്രേഷ്ഠ, ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും കർമ്മമണ്ഡലത്തിന്റെയും ക്ഷേത്രജ്ഞന്മാരുടെ കർമ്മമണ്ഡലങ്ങളെ അറിയുന്നവരുടെയും സംയോഗത്തിൽ നിന്നുളവായതാണ്. അതായത് ഹേ ഭാരതശ്രേഷ്ഠ, ആരെയാണ് പറയുന്നത്? ഭഗവാൻ അർജുനനെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അർജുനനെ വിളിച്ച് അഭിസംബോധന ചെയ്യാണ്. അപ്പൊ ചലിക്കുന്നതോ ചലിക്കാത്തതോ സ്ഥാവര ജംഗമ അങ്ങനെ ഉള്ള ഏതൊരു ജീവജാലം ഉണ്ടാവുന്നുണ്ടോ അതെല്ലാം ശരീരത്തിന്റെയും ക്ഷേത്രജ്ഞന്റെയും സംയോഗം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതായത് പ്രകൃതിയും ആത്മാവും തമ്മിലുള്ള ബന്ധം. ഇത് ക്ഷേത്രം, അത് ശരീരവും അതുപോലെ ക്ഷേത്രജ്ഞന്റെയും ആത്മാവിന്റെയും സംയോഗം കൊണ്ടുണ്ടാവുന്നതാണ് എല്ലാ ചരാചര ജംഗമ എന്താണ് ജംഗമായാലും സ്ഥാവരമായാലും ഏത് തരത്തിലുള്ള വസ്തുക്കളായാലും ജീവജാലങ്ങളോ ഇതൊക്കെ എല്ലാം ഈ ക്ഷേത്രജ്ഞന്റെയും സംയോഗം കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ് ഇതിന്റെയൊക്കെ ഉത്ഭവം ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ആണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രജ്ഞന്മാരുടെയും സംയോഗത്തിൽ നിന്നുളവായതാണെന്ന്. ഇനി 28-ാമത്തെ ശ്ലോകം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസ വിനശ്യന്തം യാ പശ്യതി സ പശ്യതി. എന്താണ് അതിന്റെ വിവർത്തനം നോക്കാം. സർവശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കില്ലെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായ കാഴ്ചയുള്ളവൻ. ശ്ലോകം 28. അതായത് 27-ാം ശ്ലോകത്തില് ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം പറഞ്ഞു അല്ലെ? ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തില് ആത്മീയ ജ്ഞാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? സർവ്വ ശരീരങ്ങളും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണും. കണ്ടോ? അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഏത് ശരീരങ്ങളാണ് ഇപ്പൊ ഈ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സ്ഥാവര ജംഗമ ഏത് തരത്തിലുള്ള വസ്തുക്കളായാലും ഇതൊക്കെ ക്ഷേത്രജ്ഞന്റെയും സംയോഗം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെ ഓരോ ശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം നമുക്ക് എന്തിനാ കാണും?
ഈ ജീവാത്മാവിനോടൊപ്പം തന്നെ പരമാത്മാവിനെയും കാണും. നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായ കാഴ്ചയുള്ളവൻ. കാഴ്ചയുള്ളവൻ എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവൻ. എന്താണ് ഈ ശരീരം നശിക്കുന്നതോടൊപ്പം എന്ത് നശിക്കുന്നില്ല? നശ്വരമായ ശരീരം നശിക്കുമ്പോഴേ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ല. ഈ സത്യം മനസ്സിലാക്കുന്നവൻ യഥാർത്ഥ കാഴ്ചയുള്ളവനാണ്, ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. ക്ലിയർ ആയി ഉണ്ടാവും അല്ലേ? സർവ്വശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം എന്തുണ്ട്? പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കില്ല. നമ്മൾ മരിച്ചാലും നമ്മുടെ ബോഡി മാത്രമേ ഇതുള്ളൂ നശിക്കുന്നുള്ളൂ, ജീവാത്മാവും പരമാത്മാവും നശിക്കപ്പെടുന്നില്ല. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കുന്ന, അതായത് ശരീരവും ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നവൻ ശരിയായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവനാണ്. 29ാമത്തെ ശ്ലോകം. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം നാഹീനസ്ത്യമാത്മാനാത്മാനം തതോ യാതി പരാം ഗതിം. ശ്ലോകം 29. അപ്പൊ ഈ കഴിഞ്ഞ ശ്ലോകം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാല് ഓരോ ശരീരത്തിലും ജീവാത്മാവും പരമാത്മാവും ഉണ്ടെന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചു അല്ലെ? അപ്പൊ ഗീത പഠിക്കുന്ന ഒരാൾക്ക്, നമ്മൾ ഗീത വിദ്യാർത്ഥികളാണ്, നമുക്ക് ഇത് പഠിച്ചത് കൊണ്ടുള്ള ഒരു ഗുണം ഉണ്ടാവേണ്ടത് ഏത് ജീവാത്മാക്കളുടെയും പുറമേയുള്ള ശരീര ലക്ഷണങ്ങളല്ല, എല്ലാവരിലും ഒരുപോലെ ഭഗവത് സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് തരത്തിലുള്ള ആളുകളെ, വർണ്ണം, വർഗം, ജാതി, മതഭേദം, അല്ലെങ്കിൽ പട്ടി, പൂച്ച, ഏത് ജീവജാലങ്ങളായാലും ശരി, ഇവരൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള അതേ പരമാത്മാവ് തന്നെ, അതിന്റെ അംശം തന്നെ, ഭഗവാന്റെ അംശം തന്നെ ഈ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്നുള്ള ഒരു ദൃഷ്ടി നമുക്ക് ഉണ്ടാവും. അതാണ് ഈ ഇതൊക്കെ പഠിച്ചതിന്റെ ഒരു ഗുണം നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ ഗീത പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവേണ്ട ഒരു അതിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയൊരു ജ്ഞാനാണത്. നമ്മള് സമദൃഷ്ടിയോട് കൂടിയിട്ട് എല്ലാ ജീവജാലങ്ങളെയും കാണണം എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മളിലുള്ള പോലെ തന്നെ പരമാത്മാവും ജീവാത്മാവും സകല ജീവജാലങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കുന്നവനാണ് ശരിയായ ജ്ഞാനം നേടുന്നവൻ, ശരിയായ ദൃഷ്ടിയുള്ളവെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് അടുത്തത്, അതായത് പരമമായ ജ്ഞാനം എന്ന് പറയുന്നത് അതാണ്. ഈ കാഴ്ചപ്പാടുള്ളവർക്ക് ആരോടും എന്തുണ്ടാവില്ല? വിദ്വേഷം വരില്ല. കാരണം എന്താ? നമ്മളെല്ലാവരും സമന്മാരാണ്. എന്നിലുള്ള ചൈതന്യം തന്നെ മറ്റൊരാളിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതൊരു ജീവാത്മാവിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള വിദ്വേഷങ്ങളോ അസൂയ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ ഉണ്ടാവില്ല. ഇനി ശ്ലോകം 29 പറഞ്ഞല്ലേ, സമദർശനം നേടിയ, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് 29 എന്ന് പറയുന്നത്. സമദർശനം നേടിയ ഒരാള് എങ്ങനെയാണ് തന്റെ ജീവിതം നയിക്കുന്നതെന്ന് പറയുന്നു. സമം പശ്യൻ ഹി സർവത്ര, അതായത് അപ്രകാരം ആത്മാവിനെ കുറിച്ച് അറിയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മഹത്യ അല്ലെ? അങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും വലിയൊരു കാര്യം നമുക്ക് ഗീതയിലൂടെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ് തന്ന്, ഇത്രയും ഈ അടിസ്ഥാനമായുള്ള ജ്ഞാനം തത്വം ഇത് അറിയാതെ പോകുന്നതാണ് നമ്മൾ സ്വയം ആത്മഹത്യക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ മനസ്സ് എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ എവിടെയും ഏതൊരു ജീവിയിലും ഒരേ വിധം കുടികൊള്ളുന്ന പരമാത്മാവിനെ ദർശിച്ചാൽ ആ മനുഷ്യൻ സ്വമനസ്സുകൊണ്ട് സ്വയം അധപ്പതിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയാതീതമായ ലക്ഷ്യത്തോടെ അയാൾ അടുക്കുന്നു. അപ്പൊ അയാൾക്ക് പിന്നെ ഒരു ശത്രുവിനെ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ പോണില്ല. എവിടെയും ഏതൊരു ജീവിയിലും ഒരേ വിധം കുടികൊള്ളുന്ന പരമാത്മാവിനെ അയാൾക്ക് ദർശിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ സ്വമനസ്സുകൊണ്ട് സ്വയം അധപ്പതിക്കില്ല. അയാൾക്ക് പിന്നെ അധപ്പതനമില്ല. അതായത് അങ്ങനെ അയാളുടെ മനസ്സിനെ അയാൾക്ക് ശരിയായ രീതിയിൽ നിലനിർത്താൻ പറ്റും. ഒരു അധപ്പതനം അയാൾക്ക് ഉണ്ടാവില്ല. അതായത് നമ്മളെ അങ്ങനെ ഒരു വീക്ഷണം നമുക്ക് ഉണ്ടായാൽ അത് നമ്മളെ ആത്മീയ പുരോഗതിയിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ
പരമപദത്തിലെത്തിക്കും എന്നുള്ളത് ആണ്. അപ്പൊ നമ്മൾ അത് നമുക്ക് നമ്മുടെ അയൽക്കാരിലോ അയൽവക്കത്ത് അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇങ്ങനെ എല്ലാവരെയും ഇപ്പൊ ഏറ്റവും വലിയ അത്രയും കലുഷിതമായിരിക്കുന്ന ഈ അവസരത്തിലൊക്കെ ഈ കാര്യം നമുക്ക് എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതാണ്. എന്താണ് ഈ സമഭാവന, എന്നിലുള്ള ചൈതന്യം തന്നെ മറ്റ് നമ്മുടെ നമ്മൾ കാണുന്ന ഏത് ജീവജാലങ്ങളിലും ഏത് വ്യക്തികളിലും എല്ലാവരിലും ഉണ്ടെന്നുള്ള സത്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ 30-ാമത്തെ ശ്ലോകത്തില് പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യാ പശ്യതി തദാത്മാനാമകർത്താരം സ പശ്യതി. വിവർത്തനം ശ്രീല പ്രഭുപാദിജി. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും അറിയുന്നവനത്രേ യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്ന് അറിയുന്നവനത്രേ അത്. അപ്പോ എന്താണ് എല്ലാ കർമ്മങ്ങളും പ്രകൃതിയാലാണ്. അത് ശരീരഘടന അയാളെ നിർണയിക്കുന്നത് ശരീരഘടന, അയാളുടെ ഇത് ഭൗതിക പ്രകൃതിക്ക് അനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുന്നത്. അതിന് ആത്മാവിന് യാതൊരു പങ്കുമില്ല. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുന്നവൻ മാത്രമാണ് സത്യം ദർശിക്കുന്നത്. പരമാത്മാവിന്റെ നിർദ്ദേശപ്രകാരം ഭൗതിക പ്രകൃതി നിർമ്മിച്ചതാണ് ശരീരം. അതിനെ സംബന്ധിച്ച പ്രവർത്തനങ്ങളൊന്നും ആരുടെയും വരുതിയിലല്ല താനും. ഒരാൾ ചെയ്യുന്നത് എന്തും അത് സുഖത്തിനായാലും ദുഃഖത്തിനായാലും ശരി ചെയ്യാൻ ശരീരഘടന അയാളെ നിർബന്ധിക്കുകയാണ്. അപ്പൊ തെറ്റ് ചെയ്യണോ ശരി ചെയ്യണോ എന്നൊക്കെ അയാളുടെ ശരീരഘടനയുടെ ഇതായിട്ടാണ് സംഭവിച്ചു പോകുന്നത്. അതിന് ആത്മാവിന് പങ്കില്ല. അതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. 31 യഥാഭൂത പൃഥഗ്ഭാവമേകസ്തമനുപശ്യതി തഥാ ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തഥാ. അങ്ങനെ വിവർത്തനം ശ്രീല പ്രഭുപാദിജി. വിവേകശാലിയായ ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്തുകയും ജീവജാലങ്ങളുടെ ആവിർഭാവങ്ങൾ എങ്ങനെയെന്ന് കാണുകയും ചെയ്യുമ്പോൾ അയാൾ ബ്രഹ്മധാരണയിലെത്തുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ തന്നെ അടുത്ത ഒരു ഘട്ടമാണിത്. ജ്ഞാനോദയത്തിന്റെ വേറൊരു ഘട്ടമായിട്ടാണ് ഇത്. അതായത് ബ്രഹ്മഭാവം. ഇനി എങ്ങനെയാണ് അഥവാ ആത്മീയ സാക്ഷാത്കാരം എന്താണെന്ന് വിവരിക്കുകയാണ്. ശരീരത്തെയും ആത്മാവിനെയും വേർതിരിച്ചറിയുന്നത്. ഭൗതികമായി എന്നവന് ഭൗതികമായ വിവേചനം ഉണ്ടാവില്ല. വർഗ വർണ്ണ ജാതി ഇതൊന്നും അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം ശരീരത്തെ ആത്മാവിനെ വേർതിരിച്ചറിയുന്ന എന്താണ് ശരീരം, എന്താണ് ആത്മാവ്, ആത്മാവിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവന് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതിന്റെ ഒന്നും കൂടെ ഇതായിരുന്നു. കടലിലെ ആയിരക്കണക്കിന് തിരമാല പോലെ ആയിരിക്കും അത്. അതായത് ജീവികളുടെ നാനാവിധ ശരീരങ്ങൾ ജീവാത്മാക്കളുടെ വിഭിന്നങ്ങളായ ആഗ്രഹങ്ങളിൽ നിന്നുളകുന്നു എന്നും വാസ്തവത്തിൽ ആത്മാവിനെ ബാധിക്കുന്നില്ലെന്നും കാണുന്നവനത്രേ യഥാർത്ഥ ദർശി. ഭൗതിക സങ്കല്പ പ്രകാരം ഒരാളെ ദേവനായും മറ്റൊരാളെ മനുഷ്യനായും ഒരു ജീവിയെ നായായും മറ്റൊന്നിനെ പൂച്ചയായും നമ്മൾ കാണുന്നു. ഭൗതിക വീക്ഷണമാണിത്. ശരിയായ വീക്ഷണമല്ല. ഈ ഭേദഭാവനയ്ക്ക് കാരണം ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പമാണ്. ഭൗതിക ശരീരത്തിന്റെ നാശത്തിന് ശേഷം ആത്മാവ് മാത്രമേയുള്ളൂ. ആത്മാവ് ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താൽ പല വിധത്തിലുള്ള ശരീരങ്ങൾ കൈക്കൊള്ളുന്നു. അപ്പൊ അത് നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടെ അത് ആവർത്തിച്ച് പറയുന്നേന്നുള്ളൂ. ഇത് ദർശിച്ചവന് ആധ്യാത്മിക വീക്ഷണമുണ്ട്. അതായത് ആത്മാവ് ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താൽ പലവിധ ശരീരം കൈക്കൊള്ളുന്നു. അടുത്തത് അനാദിത്യാനി ഗുണാത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. വിവർത്തനം ശ്രീല പ്രഭുപാദിജി. ശാശ്വതത്വത്തിന്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം. അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണ്.
എന്ന്. ഹേ അർജുന, ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നതുമില്ല. അപ്പൊ ശാശ്വതത്തിന്റെ ധർമ്മം ഇത് സിദ്ധിച്ചവർക്ക് അറിയാം. ഇങ്ങനെ ഈ ദർശനം സിദ്ധിച്ചവർക്ക് അറിയാം, അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണ്. ഇന്ദ്രിയാതീതനാണ്, സനാതനനാണ്, നാശമില്ലാത്തതാണ്, പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനാണ്. ഇതൊക്കെയാണ്. അർജുന, ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നതുമില്ല. ശരീരമാണ്, ശരീരം ചെയ്യുന്നതിന് ആത്മാവിന് യാതൊരു ബന്ധവുമില്ല. അതിന് അപ്പൊ ഇത് ആത്മാവ് ശരീരത്തിലുണ്ടെങ്കിലും അതിൽ തൊടാനോ നിൽക്കുന്നത് ശരീരത്തെ ആത്മാവിനെ അല്ല ശരീരത്തെ തൊടാതെ നിൽക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ആത്മാവിന്റെ ശുദ്ധിനെ കുറിച്ചാണ് പറയുന്നത്. ശരീരം എന്ത് തരത്തിലുള്ള ഇതിൽ ചെന്നാലും ആത്മാവ് അതിനെ ശുദ്ധി, ആത്മാവിന് അതിനൊന്നും ബന്ധമില്ല. അതാണ് യഥാ സർവഗതം ഗതം സൗഷ്മ്യാദാകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തദാത്മാനോപലിപ്യതേ. ആകാശം സർവവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടിക്കലരുന്നില്ല. അതുപോലെ ഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിരുന്നാലും അതിനോട് ചേരുന്നില്ല. ഇതൊരു ഉദാഹരണം പറയുന്നതാണ് ഇവിടെ. ആത്മീയമായ അറിവിനെ ലളിതമായ ഒരു ഉദാഹരണം കൊണ്ട് ഭഗവാൻ പറയുകയാണ്. ആത്മാവ് ഇരുന്നാലും ശരീരത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല. അതിനുദാഹരണമാണ് ആകാശം എല്ലായിടത്തും ഉണ്ട്, അതുപോലെ വെള്ളത്തിലും എവിടെയായാലും മലമൂത്രങ്ങളിൽ വരെ ഉണ്ട്. എന്നാൽ ഒന്നിനോടും കൂടി അത് കലരുന്നില്ല, അത് അശുദ്ധി വരുന്നില്ല അതിന്. അതുപോലെ ശരീരം നശിച്ചാലും ഉള്ളിലെ ആത്മചൈതന്യത്തിന് എപ്പോഴും അത് ശുദ്ധമായിരിക്കും. ഈ അറിവ് ഉണ്ടാവുന്നവര് മരണഭയത്തിൽ നിന്ന് മോചനം, മറ്റ് പ്രതിസന്ധികളിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കും. എന്തറിവ്? ഈ ആത്മാവിന് മറ്റ് ഇതിനായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ശരീരത്തിന്റെ മറ്റ് ഇതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്നും ആത്മാവിന് ബന്ധമില്ല. അതിനൊരു ഉദാഹരണം പറയുന്നതാണ് ആകാശം എല്ലാത്തിലും ഇതുണ്ടെങ്കിലും, സ്പേസ് എല്ലാത്തിലും ഇതുണ്ടെങ്കിലും പക്ഷെ അത് ഒന്നിനോടും കലർന്ന് ആകാശം അശുദ്ധിയാവുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണവും കൂടെ ഇവിടെ പറയുന്നുണ്ട്. യഥാ പ്രകാശത്യേക കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരതപുത്ര. സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിലിരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ ആത്മാവ് എങ്ങനെയാണ് ശരീരത്തിന് ജീവൻ നൽകുന്നതെന്ന് ലളിതമായ ഉദാഹരണം തരികയാണ് ഭഗവാൻ. എന്താ? ആകാശത്തിൽ ഒരിടത്ത് ആണ് സൂര്യൻ നിന്ന് പ്രകാശം കോടിക്കണക്കിന് മൈലുകൾക്ക് അപ്പുറമുള്ള ഭൂമിയിലെ മുഴുവനും എത്തിക്കുന്നുണ്ട് സൂര്യന്റെ പ്രകാശം. അതുപോലെ ആത്മാവ് ഹൃദയത്തിൽ ഇരുന്ന് അതിന്റെ പ്രഭാവമായ ബോധം തല മുതൽ കാൽ നഖം വരെ ശരീരത്തിലുടനീളം വ്യാപിക്കുന്നു. ഇതാണ് ആത്മാവ് നമ്മുടെ ശരീരത്തിന് നൽകുന്ന ചൈതന്യം. ഈ സൂര്യൻ പ്രകാശം എവിടേക്കും എത്തിക്കുന്നത് പോലെ ഈ ആത്മാവും നമ്മൾക്ക് വേണ്ട ശരീരത്തിലുടനീളം അതിന്റെ ചൈതന്യം നമുക്ക് എത്തിക്കുന്നു, പ്രകാശമായി എത്തിക്കുന്നു. ഭാരതപുത്ര, സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിലിരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. അവബോധം, ആ വാക്കാണ് ഇവിടെ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ടത്. ബോധം, ആത്മാവിന്റെ തെളിവ്. നമ്മുടെ ബോധം, ശരീരത്തിനുള്ളിൽ വേദന അറിയാം. അപ്പൊ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ അറിവ് ആത്മാവിൽ നിന്ന് വരുന്നതാണ്. ഇപ്പൊ ഒരു എന്തെങ്കിലും അപകടം പറ്റുന്നതോ പരിക്ക് പറ്റുന്നതോ അതും അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് ആ ബോധം വരുന്നത് ആത്മാവിൽ നിന്നാണ്. പ്രജ്ഞയെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ പലതുമുണ്ട്. അല്ലെ? 35ാമത്തെ ശ്ലോകം. ക്ഷേത്രജ്ഞയെ ഏരേവം അന്തരം ജ്ഞാന ചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ച ഏ വിദുര്യാന്തി തേ പരം. ശരീരത്തിനും
അതായത് ക്ഷേത്രം, അതിനെ അറിയുന്നവനും ക്ഷേത്രജ്ഞൻ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാനുതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. ഇനി പരമപദം പ്രാപിക്കുന്നതിനുള്ള കാര്യങ്ങൾ പലതും പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ മനസ്സിലാക്കിയാലാണ് നമുക്ക് മോക്ഷത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ ഒരു പുനർജന്മമില്ലാതിരിക്കാം, അടുത്ത ഒരു ജനന മരണ പ്രക്രിയയിൽ നിന്നൊക്കെ രക്ഷപ്പെടാം എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞനെയും ഉള്ള കുറിച്ച് അറിഞ്ഞാല്, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതില് വീണ്ടും പറയുകയാണ്, ശരീരത്തിനും അതിനെ അറിയുന്നവനും അതായത് ക്ഷേത്രത്തിനും ക്ഷേത്രജ്ഞൻ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാനുതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. അടുത്തത് അങ്ങനെ പറഞ്ഞ് ഈ അധ്യായം ഭഗവാൻ കൺക്ലൂഡ് ചെയ്തു. അതായത് ഈ അധ്യായത്തിലെ അവസാന ശ്ലോകമാണ്, ഈ അറിവ് പൂർണ്ണമായി ലഭിക്കുന്നവന് ലഭിക്കുന്ന അന്തിമമായ ഫലം എന്താണെന്ന് ഭഗവാൻ വീണ്ടും ഊന്നി പറയുകയാണ്. അതുകൊണ്ടാണിത് ഈ ഉപസംഹരിക്കുന്നത്. അതായത് മുൻ ശ്ലോകങ്ങളിലൂടെ പഠിച്ച എല്ലാ കാര്യങ്ങളും സംഗ്രഹിച്ചുകൊണ്ട് ഈ വിവരിച്ച അറിവുകൾ പ്രായോഗികമായിട്ട് നേടുന്നവർ, അതായത് അറിവ് ജീവിതത്തിൽ പ്രയോഗിക്കപ്പെടണം, പ്രാക്ടിക്കലാക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ പറഞ്ഞ മോക്ഷം എന്ന് പറയുന്നത്. അത് ജ്ഞാനചക്ഷുഷു വേണം അവർക്ക്. ജ്ഞാനചക്ഷുഷു എന്ന് വെച്ചാൽ ആത്മീയമായിട്ടുള്ള അത് എന്താണ്, ദ ഐ ഓഫ് നോളജ്, ജ്ഞാനത്തിന്റെ അത് എങ്ങനെയാണ് ജ്ഞാനം നേടേണ്ടത്? ആത്മീയ ആചാര്യനിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകള്, അങ്ങനെയുള്ള അറിവുള്ള കണ്ണോടുകൂടിയവൻ, ജ്ഞാനചക്ഷുസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ തരത്തിലുള്ള സത്യങ്ങളൊക്കെ ദർശിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുള്ളൂ. അപ്പൊ അതൊക്കെ യഥാവിധി ഗ്രഹിക്കുക. അപ്പൊ വെറുതെ ഒരു കണ്ണുകൊണ്ട് ദർശിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ജ്ഞാനചക്ഷുഷ് ഇപ്രകാരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെയുള്ള ആത്മീയ മാർഗങ്ങളിൽ നിന്ന്, ആചാര്യന്മാരിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഈ പരമപ്രാപ്തിയിലേക്ക് എത്താം, പരമപദത്തിലേക്ക് എത്താം. അതുപോലെ തന്നെ ശരീരവും ആത്മാവും തമ്മിലുള്ള, ഇപ്പൊ ഇത് കൺക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പോ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നവൻ, അത് തുടക്കം മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2-ാം അധ്യായം തുടങ്ങി നമ്മൾ അത് മനസ്സിലാക്കുന്നുണ്ട്. അത് കൂടുതൽ എന്നിട്ടും അർജുനൻ അത് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഭഗവാൻ കൂടുതൽ അതിന്റെ വിശദമായ ഇതിലേക്കൊക്കെ എത്തിച്ചത്, ഇത്രയും ഗഹനമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പൊ തുടക്കം മുതൽ ഭഗവാൻ പഠിപ്പിച്ചതാണത്. ശരീരം മാറ്റങ്ങൾക്ക് വിധേയാണെന്നും അതിലുള്ള ആത്മാവ് ക്ഷേത്രജ്ഞൻ മാറ്റമില്ലാത്തതാണെന്നും, അതുകൊണ്ടാണ് ശരീരം നശിച്ചാലും എന്താണ് ഈ ക്ഷേത്രജ്ഞൻ ഇതിന് മാറ്റമില്ലാതെ, ആത്മാവിന് മാറ്റമില്ലാതെ ഇരിക്കും, അതനശ്വരനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ വ്യത്യാസം തിരിച്ചറിയലാണ് ജ്ഞാനത്തിന്റെ ആദ്യഘട്ടം, പടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ശരീരമല്ലെന്ന് തിരിച്ചറിയുമ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങൾ നമ്മളെ ബാധിക്കില്ല. അങ്ങനെ ഭക്തി അപ്പോ ഇതിനുള്ള മാർഗം എന്താണ്? ഇതൊക്കെ ഇത് ഈ പറഞ്ഞ ജ്ഞാനചക്ഷു എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ ഈ ഭക്തിയുടെ മാർഗത്തിലേക്ക് നമ്മൾ തിരിയും. ഭക്തിയുടെ സേവനമാണ് ഈ ബന്ധനങ്ങളൊക്കെ ഇല്ലാതാക്കി നമ്മളെ ഈ ആത്മീയ പാതയിലേക്ക് മുന്നോട്ട് നയിക്കണമെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യം ഇതാണ്, ഭക്തിയുടെ സേവനം. അതിന്റെ തുടക്കമാണ്, അതിന്റെ ആദ്യമാണ് ശ്രവണം, അതായത് ജപം. പിന്നെ അവിടുന്ന് തുടങ്ങിയാണ് അതാണ് ഏറ്റവും എളുപ്പമായുള്ള വഴി. പിന്നെ കീർത്തനം, സ്വാധ്യായങ്ങൾ ചെയ്യുക, ആത്മീയാചാര്യന്മാരുടെ ശിക്ഷണത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ 13-ാം അധ്യായത്തില് ഇന്ന് നമ്മൾ പഠിച്ച ഈ 15 ശ്ലോകങ്ങള് 21 തുടങ്ങിയിട്ട് 35 വരെ ഭഗവാൻ അർജുനനൂടെ നമുക്ക് നൽകിയത് ജീവിതത്തിന്റെ വലിയ രഹസ്യങ്ങളാണ്, അല്ലെ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കിതിങ്ങനെ ഈ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ ഭഗവാൻ പരമാത്മാവായിട്ടുണ്ടെന്നുള്ളത് അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സമഭാവന ഉണ്ടാവുക എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതില്. അപ്പോഴാണ് നമുക്ക് ആ സമഭാവനയോട് കൂടിയിട്ട് നമ്മുടെ ചുറ്റുമുള്ള ജീവികളോട്, ജീവാത്മാക്കളോട് നീങ്ങാനാവുള്ളൂ. അപ്പോൾ നമ്മോടൊപ്പം എപ്പോഴും ഭഗവാൻ പരമാത്മാവായിട്ട് ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ ആകാശത്തെയും സൂര്യനെയും പോലെ
എപ്പോഴും വെളിച്ചം തരുന്ന ഒരു ആത്മാവ് ആണ് നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മുടെ ബോധത്തെ ഉണർത്തുന്ന തരത്തിലുള്ളത്. ഇനി അധ്യായം 14ലേക്ക് കടക്കുകയാണെങ്കിൽ, പരമദിവ്യോത്തമ പുരുഷനും സർവജ്ഞനും സർവ്വലോക മഹേശ്വരനും ലോകഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണനെ എന്നോ എന്റെയും ക്ഷേത്രത്തിന്റെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കിയെങ്കിലും അർജുനനെ ഈ വിഷയത്തെ കുറിച്ചിട്ട് കുറച്ചും കൂടെ അറിയണമെന്നുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കും, ഭഗവാൻ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ഇനിയും മനസ്സിലാകാനുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെയും വ്യക്തമായിട്ട് പറഞ്ഞു തരണം എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഭഗവാൻ കൂടുതൽ വിശദമായിട്ടാണ് 15ാം അധ്യായത്തിൽ പറയുന്നത്. ശ്രീ ഭഗവാൻ വാച പരം ഭൂയ പ്രവിശ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം ജ്ഞാത്വാ മുനയാ സർവേ പരാം സിദ്ധിമിതോ ഗതാ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എന്താണ് അർജുനന് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, ഏതൊന്നും അറിഞ്ഞതുകൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയിട്ടുള്ളത്, സർവോത്കൃഷ്ടമായ ആ പരമജ്ഞാനത്തെ പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറയാം. അപ്പൊ മനസ്സിലായി, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അർജുനന് തൃപ്തിയായിട്ടുണ്ടായില്ല. ഈ കഴിഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അർജുനന് തൃപ്തിയായില്ല. വീണ്ടും വീണ്ടും എന്തുകൊണ്ട് എങ്ങനെയാണ് ഏതൊന്നും അറിഞ്ഞുകൊണ്ടാണ് ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയിട്ടുള്ളത്, ഈ ഋഷിമാരൊക്കെ എങ്ങനെയാണോ പരിപൂർണത നേടിയത്, അതാ കാര്യം കൂടെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇതം ജ്ഞാനം ഉപാശ്രിത്യ മമാ സ്വാധർമ്മ്യം ആഗതാഃ സർഗോപീനോപജായന്തേ പ്രളയേനാവ്യതന്തി ച. അതായത് ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് എന്റേതിന് സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടികാലത്ത് ജനിക്കുകയുമില്ല, പ്രളയകാലത്ത് ആകുലചിത്തനാവുകയുമില്ല. എന്താണ് അപ്പൊ ഈ ജ്ഞാനത്തില് ഉറച്ചു നിന്നുകൊണ്ട് ഇത്തരം ജ്ഞാനം, ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനങ്ങൾ നേടിയതില് കുറച്ച് ശാശ്വതമായ മുക്തി, ഈ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള ആ ജ്ഞാനം ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതുണ്ടല്ലോ, അതിലേക്കൊക്കെ ഉറച്ചു നിന്നവൻ, അറിവ് നേടുന്നവൻക്ക് ലഭിക്കുന്ന എന്ത് കിട്ടുന്ന അതിൽ ഉറച്ചു നിൽക്കുന്നവന് എന്ത് അതീന്ദ്രിയ ഭാവത്തെ എന്റേതിന് സമാനമായ ഭഗവാന്റേതിന് സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടികാലത്ത് അയാൾക്ക് ജനിക്കില്ല. അതായത് ഇനിയൊരു സൃഷ്ടി കാലം വരുമ്പോ അതില് അയാൾക്ക് ജനനം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ പ്രളയകാലത്ത് ആകുലചിത്തന അയാൾക്ക് നാശം ഉണ്ടാവാൻ പോകുന്നില്ല. ഏത് തരത്തിലായാലും ആ വ്യക്തി സേഫ് ആയിട്ടിരിക്കും. അതാണ് അത്. ഇനി മൂന്നാമത്തതില് മമയോനി മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. അല്ലയോ ഭാരത, വീണ്ടും അർജുനനെ വിളിക്കുകയാണ്, അല്ലയോ ഭാരത, ബ്രഹ്മം എന്ന് അർജുനന്റെ അറ്റൻഷൻ എടുക്കാൻ, ബ്രഹ്മം എന്ന് പറയപ്പെടുന്ന സമഗ്ര ഭൗതിക സത്ത എത്ര ജനനത്തിനു കാരണം, അത് എന്നിൽ നിന്ന് ഗർഭം ധരിച്ച് സകല ജീവികൾക്കും ജന്മം കൊടുക്കുന്നു. ഇനി സൃഷ്ടി എങ്ങനെ നടക്കുന്നു എന്ന അതിപ്രധാനമായ കാഴ്ചപ്പാടാണ് ഇവിടെ ഭഗവാൻ കൊടുക്കുന്നത്. അതായത് പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിലെ അച്ഛനും അമ്മയും ഒക്കെ ഭഗവാനാണെന്ന് ആണ് അച്ഛനായിട്ട് ഭഗവാനാണെന്ന് മനസ്സിലാക്കി തരുന്നു. 4ാമത്തെ ശ്ലോകത്തില് സർവയോനീഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മമഹദ്യോനീരഹം ബീജപ്രദപിത. ഹേ കുന്തിപുത്ര, നാനാരൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ്. അവയുടെ ബീജപ്രദാതാവായ പിതാവും ഞാൻ തന്നെയെന്ന് അറിയണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് ജീവസത്തകൾക്കെല്ലാം ആദി പിതാവെന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നു. ഭൗതികവും ആത്മീയമായ പ്രകൃതികളുടെ സംയോഗമാണ് ജീവസത്തകൾ. ഇങ്ങനെയുള്ള ജീവസത്തകൾ ഭൂലോകത്തിൽ മാത്രമല്ല ബ്രഹ്മാവ് വാഴുന്ന സമുന്നത ഗ്രഹത്തിൽ പോലും കാണപ്പെടുന്നു. അപ്പൊ ഇതിന് മനസ്സിലാക്കാനുള്ളത് എല്ലാ സമഗ്ര ജീവിവർഗങ്ങളുടെയും സമസ്ത ജീവിവർഗങ്ങളുടെയും ബീജപ്രദാതാവായ പിതാവ് ഞാൻ തന്നെയാണ്. ഇതാണ് അപ്പോ നമുക്ക് അറിയാം, നമുക്ക് ഏതൊരു ജീവജാലങ്ങളെ കാണുമ്പോഴും നമുക്ക് അറിയാം ഇതെന്റെ സഹോദരനാണ്, അല്ലെങ്കിൽ സാഹോദര്യ ഭാവം നമുക്ക് വെച്ചു പുലർത്താൻ ഈ ഒരു ശ്ലോകം നമ്മളെ വളരെയധികം സഹായിക്കും.
സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹേ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. സത്വം, രജസ്, തമസ്. ശാശ്വതനായ ജീവാത്മാവിൽ പ്രകൃതി സംയോഗം ഉണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബന്ധനാകുന്നു. അപ്പോ ഈ ത്രിഗുണങ്ങളെ കുറിച്ച് എത്ര പറഞ്ഞിട്ടും ഇത് മതിയാക്കുന്നില്ല. അതത്രയും വളരെ സങ്കീർണമായുള്ള ഒരു കാര്യമാണ്. ശക്തമായ കൈകളുള്ള അർജുന, മഹാബാഹു എന്ന് പറഞ്ഞിട്ട് അർജുനനെ ഇത് ചെയ്യുന്നതാണ്, പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉണ്ടായ സത്വരജ തമോ ഗുണങ്ങൾ നാശരഹിതനായ ജീവാത്മാവിനെ ഈ ഭൗതിക ശരീരത്തിൽ കെട്ടിയിടും. കണ്ട, ത്രിഗുണങ്ങള് ആണ് നമ്മളെ എന്ത് ഇതുണ്ടായാലും നമ്മളെ ഇതില് ബന്ധനസ്ഥനാക്കുന്നത് ഈ ത്രിഗുണങ്ങളുടേതാണ്. അത് സത്വഗുണമായാലും ശരി, രജോ ഗുണം, തമോ ഗുണം, ഏത് ഗുണമായാലും ശരി, അത് നമുക്ക് അതിനെ അതിജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഭൗതിക പ്രകൃതിയുമായി സമ്പർക്കത്തിൽ വന്നാൽ ശരീരത്തിൽ ആത്മാവിനെ കെട്ടിയിടാം. ശ്ലോകം 6. പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ ഏറ്റവും ഉത്തമമെന്ന് കരുതുന്ന സത്വഗുണത്തെ കുറിച്ചാണ് അടുത്ത 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമാന ആമയം സുഖസംഗേന ബന്ധാതി ജ്ഞാനസംഗേന ചാനഘ. ഹേ പുണ്യാത്മാവേ, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കുന്നതുമാണ്. ആ ഗുണത്തെ സ്ഥിതി ചെയ്യുന്നവൻ സുഖത്താലും ജ്ഞാനത്താലും ബന്ധരാക്കപ്പെടും. അതായത് സത്വഗുണത്തെ കുറിച്ച് എങ്ങനെ സത്വഗുണത്തിൽ നമുക്കറിയാം, സത്വഗുണം എന്ന് പറയുമ്പോൾ ജ്ഞാനവും അറിവും നല്ല സത്വ രീതിയിലുള്ള നന്മയോടുകൂടിയുള്ള ജീവിത രീതിയാണ്. അപ്പൊ അതെങ്ങനെ ആയിരിക്കും ബന്ധനസ്ഥരാകുന്നത്? താൻ മറ്റുള്ളവരെക്കാളും ഉയർന്നവരാണ്, ഉന്നത ഇതിലാണ്, ജ്ഞാനമുള്ളവനാണ്, ഉത്കൃഷ്ടത ഉള്ളവരാണ് എന്നുള്ള ഒരു ഭാവം വരുമ്പോഴേ സ്വാഭാവികമായിട്ട് വരുന്ന അസൂയ, ഈഗോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സത്വഗുണത്തിലാണെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് മോചനം ഉണ്ടാവാൻ പോകുന്നില്ല. അത് വീണ്ടും വേറൊരു പ്രോബ്ലത്തിലേക്ക്, വീണ്ടും ബന്ധനത്തിലേക്ക് പോകും. ഈ അസൂയ, മറ്റേ ശത്രുതയും ഇങ്ങനെയൊക്കെ ഇതുണ്ടാവും, അല്ലെ, ഈഗോ അല്ലെങ്കിൽ ഞാനെന്ന ഭാവം, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അത് വീണ്ടും ഈ സത്വഗുണം വീണ്ടും ബന്ധനത്തിലേക്കാവും. അപ്പൊ ഈ അധ്യായത്തിലെ 6 ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പൊ എന്താണ്? പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് ഉണ്ട്. പ്രകൃതി ഭഗവാൻ മാതാവും ഭഗവാൻ പിതാവാണെന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഒരു സമദർശനം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗുണങ്ങളിൽ സത്വഗുണം നല്ലതാണെങ്കിലും അതും ബന്ധനത്തിന് കാരണമാകും. ഇതാണ് ഇപ്പൊ ഈ 14ാമത്തെ അധ്യായത്തിൽ നമ്മൾ 6 ശ്ലോകത്തിലൂടെ പഠിച്ച കാര്യം. അപ്പൊ അങ്ങനെ ഇത് നിങ്ങൾക്ക് ഞാൻ വളരെ സ്പീഡിൽ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. പരമാവധി സ്പീഡിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. സ്പീഡ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ശരി, ഈ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഈ ഭഗവത്ഗീത, ഈ ശ്ലോകങ്ങളൊന്നും ഒരു ക്ലാസ്സിലൊന്നും ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഇതിനോടൊരു അഭിരുചി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ഇതാക്കി ഇത് ചെയ്യാം. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ജയ് സുസേവിനി മാതാജിക്ക് വളരെ വളരെ നന്ദി പറയുന്നു. മാതാജി, ശരിക്കും ഇന്നലെയാണ് ഞാൻ മാതാജിയോട് കോണ്ടാക്ട് ചെയ്തത്. ഇന്ന് ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുത്തു, ഇത്രയും പെട്ടെന്ന് ഇത്രയും റെഫർ ചെയ്തു. മാതാജിക്ക് വളരെ വലിയ താങ്ക്സ്. ഭഗവാൻ ഇനിയും മാതാജിക്ക് ഇതുപോലെ അറിവ് പകർത്താനുള്ള ഒരു കഴിവ് കൂടുതലായിട്ട് ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രകൃതി ഇപ്പോൾ ഈ സെഷനിൽ മാതാജി പറഞ്ഞ ഭൗതിക പ്രകൃതിയും പിന്നെ ജീവസത്തയെ കുറിച്ചും പിന്നെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെ കുറിച്ചും ഈ അറിയുന്നവൻ വീണ്ടും വീണ്ടും ജനിക്കില്ല എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് സമഭാവനയോടെ എല്ലാ ചരാചരങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ, കാരണം ഭഗവാന്റെ ഒരു മമൈവാംശോ ജീവലോകെ എന്ന് പറയുന്ന പോലെ ഭഗവാന്റെ ഒരു അംശമാണ് എല്ലാത്തിലും. ആ ഒരു ജീവസത്തയാണ് ഭഗവാന്റെ ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ
ക്വാളിറ്റി ഉണ്ട് ബട്ട് ക്വാണ്ടിറ്റി അല്ല. എല്ലാത്തിനും ആ ക്വാണ്ടിറ്റി, ഭഗവാന്റെ ആ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ഭഗവാന്റെ അത്ര ക്വാണ്ടിറ്റി ഇല്ല. അത് ഡോക്ടർ പ്രസാദ് കൃഷ്ണ പ്രഭു പറഞ്ഞ പോലെ. അപ്പൊ അതിന്റെ ആ ഒരു, നമ്മളെല്ലാത്തിലും, എല്ലാ ജീവജാലങ്ങളിലും ഇതെല്ലാം എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കണം. മാതാജി പറഞ്ഞ പോലെ ഇപ്പൊ യുദ്ധങ്ങൾ നടക്കുന്നു, എന്തെന്നില്ലാത്ത യുദ്ധങ്ങൾ, എല്ലാവരും ഒരേപോലെ ഈ ഭഗവാന്റെ മക്കളാണ് അല്ലെ. അതാ ഭഗവാൻ പിതാഹമസ്യ ജഗതോ മാതാ ധാത 9th ചാപ്റ്ററിൽ ഭഗവാൻ പറഞ്ഞിരിക്കുക, ഞാനാണ് അച്ഛൻ, ഞാനാണ് അമ്മ, ഞാനാണ് പ്രപിതാവ് എല്ലാം. എന്നിട്ട് ഇപ്പോ വീണ്ടും ഈ ചാപ്റ്ററിൽ വീണ്ടും വീണ്ടും എടുത്തു പറയാണ്, ഞാൻ ആണ് എല്ലാത്തിൻ്റെയും ബീജം, അല്ലെങ്കിൽ ഞാനാണ് എല്ലാത്തിനെയും ജനിപ്പിക്കുന്നത്. ഞാനാണ് അച്ഛനായിട്ട് ഗർഭം ധരിച്ച സകല ജീവികൾക്കും ജന്മം കൊടുക്കുന്നു എന്ന്. അപ്പൊ വീണ്ടും വീണ്ടും ഭഗവാൻ അത് നമ്മുടെ സൃഷ്ടിയില് ഭഗവാനാണ് എല്ലാത്തിനും, എന്താ പറയാ, ഭർത്താവ്, ഒരു ശ്ലോകത്തില് മാതാജി പറഞ്ഞു, എന്താ, കൺട്രോളർ, എല്ലാത്തിൻ്റെയും ഉപദ്രഷ്ടാവ്, കൺട്രോളർ, പിന്നെ എല്ലാത്തിനും ഭഗവാൻ തന്നെ സർവം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ തലമുറയില് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികൾക്കും ഇല്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ വേണം, അത് മൂത്തവര് വേണം അത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ. നമ്മൾ ആദ്യം അറിയണം, നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് ഇത് ശേഖരിക്കണം. ഗുരുക്കന്മാരിൽ അവരുടെ സേവ ചെയ്തിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ ഈ 14th ചാപ്റ്റർ എസ്പെഷ്യലി അത് പറയുന്നത് ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്താണ് സത്വം, എന്താണ് രജസ്, എന്താണ് തമസ്. ഈ 3 ഗുണങ്ങളും ബന്ധിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആ ഒരു പ്രകൃതിയിൽ, അല്ലെങ്കിൽ ആ ഒരു എന്താ സ്വഭാവത്തില് നമ്മൾ ഒരു ജന്മം എടുക്കുന്നത്. വളരെ നന്ദിയുണ്ട് മാതാജി. എനിവേ, ഇന്ന് ഗീതാ മഹാത്മ്യം പറഞ്ഞ ഗൗരപ്രിയ മാതാജിക്കും, പിന്നെ ഹരിനാമത്തെ കുറിച്ച് നന്നായിട്ട് വിവരിച്ചിരിക്കുന്ന, വിവരണം നൽകിയ, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രാധാന്യം നൽകിയ ദീനനാഥ് വിഠൽ പ്രഭുദാസിനും, പിന്നെ ഈ ഇപ്പോഴത്തെ സർവജയ സുസേവിനി മാതാജിക്കും വളരെ നന്ദി. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ആർക്കെങ്കിലും ഒന്നുകൂടെ ഞാൻ ഒരു 2 മിനിറ്റ് തരാം, സംശയം ഉണ്ടെങ്കിൽ പറയാം, ചോദിക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടോ? എല്ലാവരും നല്ല വെരി ഗുഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മാതാജി, വളരെ നന്ദി. എനിവേ, ആർക്കും സംശയം ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസിംഗ് പ്രേയേഴ്സിലേക്ക് പോവാം. ഹരേ കൃഷ്ണ. ഇനി അടുത്തുള്ള ചാപ്റ്റേഴ്സ് വരുമ്പോ ഒന്നുകൂടെ അത് തെളിഞ്ഞ് ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ മനസ്സിലും ഇതെന്താണ്, ഭൗതിക പ്രകൃതി എന്താണ്, ത്രിഗുണങ്ങൾ എന്താണ്, ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ്, ഒന്നുകൂടെ അത് മനസ്സിലാക്കാനുള്ള ചാൻസസ് ഉണ്ട്. എനിവേ, നമുക്ക് ഫൈനൽ ക്ലോസിംഗ് പ്രേയേഴ്സിലേക്ക് പോവാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകാശിപൂർവക്ഷഃ ശീലദങ്കാനഖലായേ ഹിതോ നൃസിംഹോ പരതോ നൃസിംഹോ യതോ യതോ യാമി തതോ നൃസിംഹോ ബഹേ നരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നഖാ അദ്ഭുത ശൃംഗാ ദളിതാ ഹിരണ്യകശിപോ താനോ ഭൃംഗ
केशवधृत नरहरिरूपा जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे। जय नृसिंहदेव, जय नृसिंहदेव, नृसिंहदेव जय नृसिंहदेव, जय नरहरि, जय नरहरि, नरहरि जय नरहरि, जय प्रहलाद महाराज, जय प्रहलाद महाराज, प्रहलाद महाराज जय प्रहलाद महाराज। भक्ति विघ्नविनाशम नरसिंह भगवान की जय, भक्त प्रहलाद महाराज की जय, श्रील प्रभुपाद की ജയ്. ഹരേ കൃഷ്ണ. അപ്പോ വീണ്ടും അടുത്ത തിങ്കളാഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ.